കർത്താവിനെ നേരം വെളുക്കുമ്പോൾ പ്രാർത്ഥനാ സ്ഥലത്ത് നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടിട്ടുണ്ട്. പകൽ സമയത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം പ്രാർത്ഥിക്കാൻ മല്ലോട്ട് കയറിപ്പോകുന്നവർ കണ്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കണമെന്ന് അവരോട് പറയാറുമുണ്ട്. അങ്ങനെ അനേക നാൾ കർത്താവ് തന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ വിജയരഹസ്യങ്ങൾ അവർക്ക് ജിജ്ഞാസ ഉണ്ടാകാത്ത തരത്തിൽ പ്രവർത്തിപ്പിച്ചതിന് ശേഷം ശിഷ്യന്മാരെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിപ്പിച്ചു. അതിവിടെ എഴുതിയിരിക്കുന്നറിയാം. ലൂക്കോസിന്റെ സുവിശേഷം 11 അധ്യായത്തിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരെ ആദ്യം പഠിപ്പിച്ച പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ആയിരുന്നു. അതുകൊണ്ട് എത്ര പഠിച്ചാലും തീരാത്ത ഒരു വിഷയമാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ പഠിപ്പിച്ചതായ പ്രാർത്ഥന തന്നെ എല്ലാ പ്രാർത്ഥനകളെയും ഉൾക്കൊള്ളുന്നതാണെങ്കിലും വിശദാംശങ്ങൾ ഇനിയും വളരെയധികം പഠിക്കാനുള്ള കാര്യം ഓർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ശേഷം കർത്താവ് കർത്തൃ പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തു. ആ കർത്തൃ പ്രാർത്ഥന വിശദീകരിക്കുമ്പോൾ രാവും പകലുമുള്ള നിരന്തരമായ പ്രാർത്ഥനയായി മാറ്റാൻ സാധിക്കും. പ്രാർത്ഥനയുടെ ഒരു ആകത്തുക, പ്രാർത്ഥനയിൽ സാധിക്കേണ്ട കാര്യങ്ങളുടെ ഒരു ലക്ഷ്യബോധമാണ് നമുക്ക് കർത്തൃ പ്രാർത്ഥനയിൽ കിട്ടുന്നത്. പക്ഷെ അതെങ്ങനെയാണ് സാധിക്കുന്നതെന്നുള്ള കാര്യം അറിയുവാൻ വേറെയും പ്രാർത്ഥനകൾ വേണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നമുക്ക് പിതാക്കന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥന പുസ്തകങ്ങളിൽ നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചു. അത് രഹസ്യ പ്രാർത്ഥനയുണ്ട്, പരസ്യ പ്രാർത്ഥനയുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. ഇങ്ങനെ പലതരം പ്രാർത്ഥന നമുക്ക് പരിചയമുണ്ട്. എന്നാൽ നമുക്ക് ഏറ്റവും അധികം പരിചയമില്ലാത്ത ഒരു പ്രാർത്ഥനയുണ്ട്. അവിടേക്കും കൂടെ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കണമെന്ന് ഈ അന്ത്യകാലത്തെ കർത്താവിന്റെ വരവിനെ സ്വീകരിപ്പാൻ നമ്മൾ ഒരുങ്ങുന്ന സമയത്ത് ആ ഒരുക്കം പ്രാർത്ഥന, ജാഗരണ പ്രാർത്ഥന, ഉണർവ് പ്രാർത്ഥന, ഇതൊക്കെ എങ്ങനെ വേണമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിന് സഹായകരമായ ചില വേദഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. പ്രാർത്ഥിക്കാൻ നമുക്ക് അറിയാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഈ കാര്യം പറയുന്നത് പരിശുദ്ധാത്മാവിന് മാത്രമേ വാസ്തവത്തിൽ പ്രാർത്ഥിക്കാൻ അറിയാവൂ. നമ്മൾ പരിശുദ്ധാത്മാവിലായെങ്കിലേ പ്രാർത്ഥിക്കാനൊക്കെ ഉള്ളൂ. നമ്മുടെ പുസ്തകത്തിലെ പ്രാർത്ഥന തീരും, കുറച്ച് പ്രാർത്ഥന ഒരു പ്രാവശ്യം ഇല്ല, അതങ്ങ് തീരും. പരിശുദ്ധന്മാരുള്ള മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലി കഴിയുമ്പോൾ അതും അങ്ങ് തീരും. പിന്നെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. പിന്നെ എന്നാ പ്രാർത്ഥിക്കുന്നത്? പുസ്തകത്തിലെ എല്ലാം തീർന്നു, സങ്കീർത്തനം മുഴുവനും വായിച്ചു, പിന്നെ എന്നാ പ്രാർത്ഥിക്കുന്നത്? നമുക്ക് ഇടപെടാതെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ നമുക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഞരങ്ങി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവിന് ഞരക്കം തിരിച്ചറിഞ്ഞതിനോട് നമ്മൾ ഞരങ്ങാൻ പഠിക്കണം. അത് ഉച്ചരിച്ചുവിടാത്ത ഞരക്കങ്ങളാൽ പക്ഷപാതം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, എന്ത് പ്രാർത്ഥിക്കുന്നു, എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെയും തിരിച്ചറിയാൻ നമ്മളും ആത്മാവിലാകേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും ഒന്നായി കഴിയുമ്പോൾ പ്രാർത്ഥനയുടെ ചുമതല പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭാരമില്ല. പിന്നെ പ്രാർത്ഥന അങ്ങ് നീണ്ടുകൊണ്ടിരിക്കുക. എത്ര ദിവസം കഴിഞ്ഞാലും സമയം പോകുന്ന അറിയില്ല. നമുക്കിന്ന് പ്രാർത്ഥന കുറെ കഴിയുമ്പോൾ മടുത്തു പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. പ്രാർത്ഥനയും പ്രസംഗവും ധ്യാനവും ഒക്കെ കുറെ കഴിയുമ്പോൾ നമുക്ക് മടുപ്പൻ പ്രസ്ഥാനമായിട്ട് മാറുന്നു. മുൻ പ്രാസംഗികനായിരുന്ന സഹോദരൻ അത് ഓർപ്പിച്ചല്ലോ. നമ്മുടെ യാമപ്രാർത്ഥനകൾ, ഞായറാഴ്ച ആരാധനകൾ, നമ്മുടെ പ്രാർത്ഥനാ യോഗങ്ങൾ ഇതെല്ലാം ഒരേ ശൈലിയിൽ ഇങ്ങനെ ആവർത്തിക്കുന്നു. അത് മടുപ്പൻ പരിപാടിയായി മാറിയിട്ട് പലരും വിട്ടിട്ട് പോകുന്നു. അതുകൊണ്ട് പ്രാർത്ഥന, ഈ എഴുതപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥനകളും ക്രമങ്ങളും എല്ലാം നമ്മളെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ആനയിക്കുവാനുള്ള ഒരു സഹായി മാത്രമാണ്. യഥാർത്ഥ പ്രാർത്ഥന പരിശുദ്ധാത്മാവിലാകുമ്പോഴേ നടക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. വിശുദ്ധന്മാർ പ്രാർത്ഥിച്ച ചില മാതൃകകൾ ഞാൻ എഴുതപ്പെട്ട് വെച്ചിരിക്കുന്നു. ആ കാര്യം പരിശുദ്ധാത്മാവിൽ നമുക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ ഞരക്കം എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുമെന്നറിയുവാൻ ചില വേദഭാഗങ്ങൾ കൂട്ടിയിണക്കി നമ്മൾ വിശുദ്ധന്മാർ എങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിച്ചു, നമുക്ക് എങ്ങനെ അതുപോലെ പ്രാർത്ഥിക്കാൻ പഠിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി ചില വേദഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഗവേഷണം നടത്തിയ ഒരു പ്രാർത്ഥനാ മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഫോസ്റ്റിക് എന്നാണ്. ഫോസ്റ്റിക്, FOSDICK. ഫോസ്റ്റിക് എന്ന പേരുള്ള ഒരു പ്രാർത്ഥനാ മനുഷ്യൻ, ഒരു പരിശുദ്ധൻ, ദ മീനിങ് ഓഫ് പ്രയർ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരു 40-45 വർഷങ്ങൾക്ക് മുമ്പ് തടാകം ആശ്രമത്തിലെ മെമ്പറായിരിക്കുന്ന കാലത്ത് തമിഴ്നാട്ടിൽ സുവിശേഷ വയലിൽ തടാകം ക്രിസ്തു ശിഷ്യാശ്രമത്തിന്റെ മെമ്പറായിരിക്കുന്ന കാലത്ത് അവിടുത്തെ ബിഷപ്പ് പക്കന്നഹാം വാൽഷ് തിരുമേനി സ്ഥാപിച്ചതായ ഓർത്തഡോക്സ് സഭയിൽ സമാധാനം ഉണ്ടാകുവാനും സുവിശേഷ തൽപരരാകുവാനും ഓർത്തഡോക്സ് സഭയുടെ വഴക്ക് തീരാൻ വേണ്ടി ആംഗ്ലിക്കൻ സഭയിലെ ഒരു ബിഷപ്പ് ഓർത്തഡോക്സ് സഭയിലേക്ക് വന്ന് ഓർത്തഡോക്സ് സഭയിൽ സുവിശേഷ താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിനിടയിൽ കോയമ്പത്തൂരിന്റെ അടുത്ത് തടാകം എന്ന് പറഞ്ഞ ആശ്രമം സ്ഥാപിച്ച് അദ്ദേഹം അവിടെ അനേകരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. സഭയുടെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ട്
സഭയ്ക്ക് സമാധാനം ഉണ്ടായെന്ന് കേട്ടതിന് ശേഷമാണ് അദ്ദേഹം കാലം ചെയ്തതെന്നാണ് പറയുന്നത്. അങ്ങനെ സഭയുടെ സമാധാനത്തിന് വേണ്ടിയും സുവിശേഷത്തിന് വേണ്ടിയും തന്റെ ജീവിതം ത്യജിച്ച് ഓർത്തഡോക്സ് സഭയിലേക്ക് വന്ന, സേവനമനുഷ്ഠിച്ച് ഓർത്തഡോക്സ് സഭയ്ക്ക് തന്റെ സമ്പത്തുകൾ മുഴുവൻ കൊടുത്ത് അങ്ങനെ ഒരു ആശ്രമമുണ്ടായ സ്ഥലത്തേക്ക് ഞാനും ആകർഷിക്കപ്പെട്ടു. PUC, അന്ന് പ്രീ ഡിഗ്രി അല്ല, PUC പഠിക്കുന്ന കാലത്ത് അവധി കഴിഞ്ഞ് നമ്മുടെ സഭയിലെ പ്രഗത്ഭരായിരിക്കുന്നവർ ദൈവവിളി കോൺഫറൻസ് നടത്തി. ദൈവവിളി എന്താണെന്നറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി അവിടെ ഒരു കോൺഫറൻസ് നടത്തിയപ്പോൾ, ഒരു ക്യാമ്പ് നടത്തിയപ്പോൾ എനിക്കും അതിൽ സംബന്ധിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചു. അങ്ങനെ കോളേജ് വിദ്യാഭ്യാസം തുടങ്ങിയ കാലത്ത് SSLC കഴിഞ്ഞ് PUC കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകുന്നതിനുള്ള ഇടവേളയിലെ ആ അവധിക്കാലത്ത് ആശ്രമത്തിൽ പോയി ഒരു ക്യാമ്പിൽ സംബന്ധിച്ചപ്പോൾ കിട്ടിയതായ ക്ലാസുകൾ എനിക്ക് വളരെയധികം പ്രചോദനം നൽകിയതാണ്. ദൈവത്തിന്റെ വിളി എങ്ങനെയാണ് അറിയുന്നത്, പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നത് എങ്ങനെയാണ്, ദൈവഹിത പ്രകാരം ദൈവവിളി ബോധത്തോടെ നമ്മൾ ജീവിതത്തെ എങ്ങനെ ദൈവത്തിന്റെ പാതയെ തിരിച്ചുവിടാൻ സാധിക്കുന്നുള്ള നല്ല ക്ലാസുകൾ അന്ന് കിട്ടാനിടയായി. അതിനുശേഷം BA കഴിഞ്ഞപ്പോൾ അവിടത്തിന്റെ അംഗമായി തീരുവാൻ തക്കവണ്ണം 3 കൊല്ലത്തിന് ശേഷം അവിടെ തന്നെ പോയി അതിന്റെ മെമ്പർഷിപ്പ് വാങ്ങിച്ച് 4 വർഷക്കാലം എന്റെ 26 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയുള്ള 4 വർഷക്കാലം അവിടുത്തെ ലൈബ്രറി ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ സുവിശേഷ വേദിയിൽ പങ്കുചേരുവാൻ, അവിടുത്തെ എല്ലാ സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്താൻ സാധിച്ച അനുഭവങ്ങൾ ഓർക്കുകയാണ്. ആ സമയത്ത് ആശ്രമത്തിന്റെ ലൈബ്രറിയിൽ നിന്ന് കിട്ടിയതായ ഒരു പുസ്തകത്തിന്റെ പേരാണ് ദ മീനിങ് ഓഫ് ദ പ്രയർ. പോസ്റ്റിക് എന്നാണ് പേര്. ആ പരിശുദ്ധനായ മനുഷ്യൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഗവേഷണം നടത്തി. പരിശുദ്ധാത്മാവ് ഞരങ്ങി പ്രാർത്ഥിക്കുന്നത് നമുക്കങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും. അതിന്റെ കൂടെ നമുക്കെങ്ങനെ കൂടാൻ സാധിക്കും. പ്രാർത്ഥനയെക്കുറിച്ച് ആഴമായ പഠനങ്ങൾ, അനുഭവങ്ങൾ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതിലെ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് അനേകർ ഗവേഷണം നടത്തി വിശുദ്ധിയുടെ പദവിയിലേക്ക് വളർന്നിട്ടുള്ള ഒരു പാതയാണ് പ്രാർത്ഥനയുടെ പാത. അത് പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ പഠിപ്പിക്കേണ്ടതാണെന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് അതെങ്ങനെയാണെന്ന് പഠിക്കുവാൻ ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചില വേദഭാഗങ്ങളിൽ നിന്ന് ഈ വിശുദ്ധന്മാർ അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിച്ചു, അവരങ്ങനെ പ്രാർത്ഥനാ മല്ലന്മാരായി എന്നൊക്കെ അറിയുവാൻ ചില വേദഭാഗങ്ങളിലേക്ക് നിങ്ങളെ ശ്രദ്ധേയിച്ചിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ സുവിശേഷ വേലയുടെ അവസാന ഘട്ടമായപ്പോഴേക്കും താൻ കള്ളക്കേസിൽ പിടിക്കപ്പെട്ട് അസൂയാലുക്കളായ ഭരണാധികാരികളാൽ പിടിക്കപ്പെട്ട് ജയിലിലാകപ്പെട്ട കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ റോമിലെ ജയിലിലായിരിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പല ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പല ലേഖനങ്ങളുണ്ട്. അതിലൊന്നാണ് കൊലോസ്യ ലേഖനം. ആ കൊലോസ്യ ലേഖനത്തിൽ പ്രാർത്ഥനയുടെ വിജയരഹസ്യം പഠിപ്പിക്കാൻ പറ്റിയ ഒരാളെ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തന്റെ ജയിൽവാസം പ്രാർത്ഥനയ്ക്കായിട്ട് വർദ്ധിച്ചപ്പോൾ ആ പ്രാർത്ഥനയിലൂടെ ആ ജയിലിലുണ്ടായിരുന്ന പലരും മാനസാന്തരപ്പെടുന്നു. ജയിൽ സൂക്ഷിപ്പുകാരായിരിക്കുന്ന പട്ടാളക്കാർ അല്ലെങ്കിൽ പടയാളികൾ മാനസാന്തരപ്പെടുന്നു. സന്ദർശകരായി വരുന്നവർ മാനസാന്തരപ്പെടുന്നു. അവരൊക്കെയും പ്രാർത്ഥനാ മല്ലന്മാരായി മാറുന്നു. ഇതിന്റെയൊക്കെ ചില സൂചനകൾ കൊലോസ്യ ലേഖനത്തിനകത്തുണ്ട്. അപ്പോൾ ഇന്ന് മുൻ പ്രാസംഗികൻ ഊന്നി പറഞ്ഞതായ ഉണർന്നുള്ള പ്രാർത്ഥന എങ്ങനെയാണ് പഠിക്കുവാൻ സഹായകരമായ അതിന്റെ ബാക്കിയായിട്ടാണ് നിങ്ങൾ ഇത് പറയാൻ പോകുന്നത്. കൊലോസ്യ ലേഖനത്തിലെ 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ തന്റെ ലേഖനം അവസാനിക്കാറാകുമ്പോൾ കൊലോസ്യ സഭയ്ക്ക് ഒരാളെ പരിചയപ്പെടുത്തുന്നു, ഒരാളുടെ കാര്യം ഓർപ്പിക്കുന്നു. അതാ കൊലോസ്യ സഭയിൽ പ്രവർത്തിച്ച ആൾ തന്നെയാണ്. ആ കൊലോസ്യ സഭയ്ക്ക് ജീവൻ കൊടുത്ത് അവരെ പൂർണ്ണതയിലേക്ക് വളർത്താൻ ദൈവം ഒരാളെ, ഒരു പ്രാർത്ഥനാ മനുഷ്യനെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനാ മനുഷ്യൻ ആരാണെന്നുള്ളത് കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അപ്പൊ എപ്പഫ്രാസ് എന്ന് പറയുന്ന ഒരാളിന്റെ വന്ദനം ഈ ലേഖനത്തിൽ കൂടെ അവിടേക്ക് അയക്കുന്നുണ്ട്. എന്താണ് ഈ എപ്പഫ്രാസിന്റെ പ്രത്യേകത? 12-ാം വാക്യം ഒരു വലിയ വാക്യമാണ്. അതിന്റെ ഒരു ക്ലോസ് കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയും വേറെ ഉപഖണ്ഡികകൾ ഇതിനകത്തുണ്ട്. നിങ്ങൾ ഒരുത്തനായ യേശുക്രിസ്തുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. അപ്പൊ പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടിക്കൊണ്ട് ആ കൊലോസ്യ സഭയെ വളർത്തിയ ഒരു പ്രാർത്ഥനാ മല്ലനായിരുന്നു എപ്പഫ്രാസ്. ആ എപ്പഫ്രാസ് ഇപ്പോൾ ജയിലിൽ ഈ പൗലോസിനെ സഹായിക്കാൻ കൂട്ടുവേലക്കാരനായിട്ടുണ്ട്. കൊലോസ്യ സഭക്കാർക്ക് ഈ എപ്പഫ്രാസിന് നല്ല പരിചയവുമാണ്. അവിടെ പോയി പ്രസംഗിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. ആ എപ്പഫ്രാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താണെന്ന കാര്യം അപ്പോസ്തലനായ പൗലോസിന്റെ അനുഭവത്തിൽ നിന്ന് എഴുത്തിലൂടെ അവരെ ഓർപ്പിക്കുകയാണ്. ആ എപ്പഫ്രാസ് ഇവരെ തികഞ്ഞവരാക്കാൻ വേണ്ടി പ്രാർത്ഥനയിൽ പോരാടിയ ആളാണെന്നാണ്.
അപ്പോൾ നമ്മൾ തികഞ്ഞവരാകണമെങ്കിൽ, തലയാ ക്രിസ്തുവിനോളം വളരണമെങ്കിൽ, നമ്മൾ യേശുവിനെ പോലെ ആകണമെങ്കിൽ, യേശുവിനെ തലയോട് ചേരുന്ന ഉടലാകണമെങ്കിൽ നമ്മൾ പല കാര്യങ്ങളിൽ തികഞ്ഞവരാകാനുണ്ട്. ദൈവം നമ്മളെ തികഞ്ഞവരാകാൻ, പൂർണ്ണരാകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരാകണം എന്നുള്ള ആ വലിയ ആഗ്രഹത്തിന്റെ ഒരു പ്രതിനിധിയാണ് വിശുദ്ധിയെ തികച്ച് ഞാൻ പോരാടണമെന്ന് പറഞ്ഞ പാട്ട് പാടി കേൾപ്പിച്ചത്. അപ്പൊ വിശുദ്ധി തികയണം. രക്ഷയുടെ തികച്ചിൽ, പരിജ്ഞാനത്തിന്റെ തികച്ചിൽ, എല്ലാ കാര്യങ്ങളും തികഞ്ഞു വരുവാൻ്റെ കൊണ്ട് എല്ലാ ചെലവും ദൈവം വഹിച്ചോളും. പക്ഷെ നമ്മളത് സ്വീകരിപ്പാൻ തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യപ്പപ്രാർത്ഥനയെ കൊണ്ട് ദൈവം ആ കൊലോസ്യ സഭയിൽ ചെയ്ത വലിയൊരു വേല, അവരെ തികഞ്ഞവരാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി. അപ്പൊ ദൈവഹിതം സംബന്ധിച്ചുള്ളതായ പൂർണ്ണ നിശ്ചയം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരേണ്ടതാണ്. അപ്പോൾ വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതമുണ്ട്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ഇനിയും അറിയേണ്ട കാര്യങ്ങളുണ്ട്. നാൾതോറും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം നമ്മളെ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് സകല കാര്യത്തിലും വഴി നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വെളിപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ വേദോത്സവത്തിൽ എഴുതിയിട്ടുണ്ട്, സഭാചരിത്രത്തിലുണ്ട്, സഭാകന്മാരുടെ ചരിത്രത്തിലുണ്ട്. എന്നാൽ നമ്മൾ ദൈവഹിതം ഓരോ ദിവസത്തെയും ദൈവഹിതത്തിൽ പൂർണ്ണ നിശ്ചയമുള്ളവരാകുവാൻ പ്രാർത്ഥനയിൽ പോരാടുന്നത് എങ്ങനെയാണെന്നുള്ളത് എപ്പപ്രാസിന് അറിയാമായിരുന്നു. എപ്പപ്രാസ് അവരെ തികഞ്ഞവരാക്കാനും ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരാകുവാനും, പൂർണ്ണ നിശ്ചയമുള്ളവരായി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. അപ്പൊ ഈ പോരാട്ട പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയമുണ്ടോ? കർത്തൃ പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന, രഹസ്യ പ്രാർത്ഥന, ഇങ്ങനെയൊക്കെയുള്ള പല പ്രാർത്ഥന നമുക്ക് പരിചയമുണ്ട്. പക്ഷേ പോരാട്ട പ്രാർത്ഥന നിങ്ങൾക്ക് പരിചയമുണ്ടോ? അത് എപ്പപ്രാസിനോട് ചോദിച്ചാൽ നമ്മളെ പഠിപ്പിക്കും. എപ്പപ്രാസിനെ ഇപ്പൊ ക്ഷണിച്ചു വരുത്താൻ പോവാ. എപ്പപ്രാസ് തന്നെ പ്രസംഗിക്കട്ടെ എങ്ങനെയാണ് ഈ പോരാട്ട പ്രാർത്ഥന നടത്തുന്നത്. ഇപ്പൊ പ്രാർത്ഥനയിൽ പോരാട്ടമുണ്ടെന്നാണ് പറയുന്നത്. ആ പോരാട്ട പ്രാർത്ഥന കൂടെ പഠിച്ചെങ്കിലേ നമുക്ക് തികഞ്ഞവരും പൂർണ്ണരും ദൈവഹിതം പൂർണ്ണമായി തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പം ദൈവഹിതം പൂർണ്ണമായി തിരിച്ചറിഞ്ഞ പൂർണ്ണ നിശ്ചയത്തോടെ അത് വേണ്ട, ഇത് വേണ്ട, അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് പോകണ്ട, ഈ പരിശുദ്ധാത്മാവിനെ അനുസരിച്ചുള്ള നീക്കം പൂർണ്ണ പ്രാർത്ഥനയിലാണ് മനസ്സിലാകുന്നത്. വിവേചന പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്, പോരാട്ട പ്രാർത്ഥനയുണ്ട്, വിവേചന പ്രാർത്ഥന. സകലതും ശോധന ചെയ്ത് നല്ലത് മുറപ്പെടുപ്പീൻ. 1 തെസ്സലോനിക്കർ 5:21 ഒന്ന് വായിക്കാവോ? സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിച്ചെങ്കിൽ മാത്രമേ നല്ലതിനെ സ്വീകരിച്ച് തീയതിനെ തള്ളാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ വിവേചന പ്രാർത്ഥനയുണ്ട്, ജാഗരണ പ്രാർത്ഥനയുണ്ട്, പോരാട്ട പ്രാർത്ഥനയുണ്ട്. അത് 1 തെസ്സലോനിക്കർ 5:21 എന്നാ പറയുന്നത്? സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിച്ചുകൊള്ളു. അപ്പം ചിലപ്പോൾ നല്ലതും കുറെ കൂടെ നല്ലതും ബെസ്റ്റ് ആയിരിക്കുന്ന കാര്യവും ഉള്ളപ്പോൾ ഇതിലേതാ തെരഞ്ഞെടുക്കുന്നത്? അങ്ങനെയും വലിയ പ്രശ്നമുണ്ട്. ഇംഗ്ലീഷിൽ അങ്ങനെ 3 വാക്കുണ്ട്, ഗുഡ്, ബെറ്റർ ആൻഡ് ബെസ്റ്റ്. നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ബെസ്റ്റാണ്. എങ്കിലേ ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുകയുള്ളൂ. 3 കാര്യം കൊള്ളാവുന്നതാ, നല്ലതാ. പക്ഷെ ഇതിലേതാ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ അറിയുന്നത്? വിവാഹപ്രായമായിരിക്കുന്നവർക്കുണ്ടാകുന്ന ഒരു പ്രതിസന്ധിയാണിത്. കല്യാണാലോചന പെരളി കണ്ട എല്ലാം കൊള്ളാം. എന്താ ഇതിനേതിനെ എങ്ങനെയാ തിരഞ്ഞെടുക്കുന്നത്? പെണ്ണിനും ആണിനും ഒക്കെ ഉള്ള പ്രശ്നം ഇതാണ്. ഒത്തിരി കല്യാണാലോചന വരുന്നു, ഫോട്ടോ കണ്ടിട്ട് കൊള്ളാം, വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, അതുണ്ട്, ഇതുണ്ട്. പക്ഷേ ഇതിലേതിനെയാ തിരഞ്ഞെടുക്കുന്നത്? അവിടെ ദൈവാത്മാവിൽ വിവേചിക്കാൻ പഠിക്കണം. പുറമെ നോക്കുന്ന ദൈവം ഹൃദയങ്ങളെ കൂടെ നോക്കുന്നെന്ന് പറഞ്ഞു. അപ്പം പുറം കണ്ടാൽ പോരാ, വിദ്യാഭ്യാസം അറിഞ്ഞാൽ പോരാ, സൗന്ദര്യം കണ്ടാൽ പോരാ, അകം എങ്ങനെ ഇരിക്കുന്നു അത് ദൈവാത്മാവിൽ മാത്രമേ അറിയാവൂ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു, അവസാനം എങ്ങനെ ഇരിക്കും, ഇന്നലെ എങ്ങനെയായിരുന്നു, ഇന്ന് എങ്ങനെയാ, നാളെ എങ്ങനെയായിരിക്കും, ദൈവാത്മാവിന് മാത്രമേ ഇന്നലെയും ഇന്നും നാളെ അറിയാനൊക്കെ ഉള്ളൂ. ഇതെല്ലാം അറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടേ തീരുമാനം എടുക്കാവൂ. അപ്പൊ ഗുഡും ബെറ്ററും ബെസ്റ്റും വരുമ്പോഴാണ് ഏറ്റവും അധികം കുഴയുന്നത്. ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇതിലേതാ തെരഞ്ഞെടുത്ത് ഞങ്ങൾക്ക് അറിയാൻ മേല, ഒന്ന് സഹായിക്കണേന്ന് പറഞ്ഞ് ഒത്തിരി പേര് വന്ന് മുട്ടാറുണ്ട്. അപ്പൊ അത് ആത്മാർത്ഥമായി കുറച്ച് പരിജ്ഞാനമുള്ളവർക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഇത് എന്റെ ഇഷ്ടപ്രകാരം അല്ല നടക്കേണ്ടത്, ഏറ്റവും ബെസ്റ്റാണ് കാര്യങ്ങൾ, ദൈവത്തിന്റെ ഉദ്ദേശം ആഗ്രഹം സാധിക്കാൻ പറ്റിയത് മാത്രമേ നടക്കാവൂ, മറ്റേ തള്ളാൻ പഠിക്കണം. തള്ളാനും കൊള്ളാനും ഉള്ളതായ ആ തന്റെ ഇടം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്റെ ജീവിതത്തിൽ 22 വയസ്സിനിടയിൽ 34 കല്യാണാലോചന വന്നു. 34നെയും തള്ളിയേച്ച ഞാൻ സന്യാസിയായിട്ട് അങ്ങോട്ട് പോയി. ഒത്തിരി പേര് ഇനി വരിക കാണാനായിട്ട്, ഒത്തിരി ആലോചനകൾ വരിക. സുന്ദരനായിരുന്നു, വീട്ടിലെ മൂത്തയാളാണ്, അപ്പൻ നല്ലൊരു വ്യാപാരിയാണ്, ഒത്തിരി പലരും പല ആലോചനയായിട്ട് വന്നു. പക്ഷെ ഞാൻ കർത്താവിനോട് ചോദിച്ചു പറഞ്ഞു, ഇനിയൊരു പരിപാടി എനിക്കില്ലെന്നാ പറഞ്ഞത്. എനിക്ക് ഒരു ഹൃദയം ഉണ്ടായിരുന്നുള്ളൂ, അത് കർത്താവ് അങ്ങ് അപഹരിച്ചു. ഇനി ഒരു പെണ്ണിനെ കൊടുക്കാൻ എനിക്ക് ഹൃദയം ഇല്ലെന്ന് ഞാൻ വെറുതെ എന്തിനാണ് ചതിക്കുന്നത്, എന്തിനാണ്? ഞാൻ വീട്ടിൽ പറഞ്ഞ ഇതാണ്, എത്ര ആലോചന വന്നാലും ഞാൻ 5 കൊല്ലം ദൈവഗീതം അറിയാൻ വേണ്ടി പ്രാർത്ഥിച്ചു. വീട്ടിലൊരു ആരും അറിയാതെ കടലാസ് കൊണ്ടൊരു കൂടുണ്ടാക്കി. പ്രാർത്ഥിക്കുകയാണെന്ന് ആരും അറിയണ്ട,
ഒരു ജനലേന്ന് മറ്റേ മൂലയിലോട്ട് ഒരു കമ്പി വലിച്ചു കെട്ടിയിട്ട് പഴയ പൈപ്പറെല്ലാം കൊണ്ട് ഞാത്തി അങ്ങോട്ടിട്ട് ആ മൂലയിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എന്തിനാ? ദൈവഹിതം അറിയാൻ വേണ്ടി. ദൈവം എന്തിനാ എന്നെ വിളിച്ചത്? 17 വയസ്സ് തൊട്ട് 22 വയസ്സ് വരെ കിട്ടിയ സമയം മുഴുവൻ പ്രാർത്ഥിച്ച്, ദൈവമേ നീ എന്തിനാ എന്നെ സൃഷ്ടിച്ചത്? ഞാൻ എവിടുന്നായി വരുന്നത്? ഞാൻ എവിടേക്കാണ് പോകേണ്ടത്? എന്നെക്കുറിച്ചുള്ള നിന്റെ ഉദ്ദേശം എന്നാ? ഞാൻ ആരായിത്തീരണം? എന്താ നിന്റെ ഉദ്ദേശം എന്നൊക്കെയും ചോദിച്ച് പ്രാർത്ഥിക്കാൻ നിർബന്ധിതമായത് എന്താണെന്നറിയാവോ? 16 വയസ്സിനും 17 വയസ്സിനും ഇടയിൽ ആത്മഹത്യ ചെയ്യത്തക്കതായ പ്രശ്നമുണ്ടായി. ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നത്തക്കതായ പ്രശ്നമുണ്ടായി. ഞാൻ എല്ലാം തുറന്നു പറയുന്നില്ല. അതുപോലെ പ്രശ്നം ആ വീട്ടിലുണ്ടായി. ജീവിക്കാൻ നിവൃത്തിയില്ല. എന്തിനാ ജീവിക്കുന്ന അറിയാൻ പാടില്ലാതെ മരണത്തിന്റെ വക്ക് വരെ എത്തി. നിരാശനായി. അപ്പോൾ ദൈവം എന്റെ ജീവിതത്തിലേക്കാണ്, ഈ ജീവിതം ഞാൻ നിനക്ക് തന്നതാണ്, നിന്നെക്കുറിച്ച് എനിക്കൊരു ഉദ്ദേശമുണ്ട്, നിന്റെ ജീവിതം നീ കളയാൻ പോകാനല്ലാതെ എനിക്ക് തന്നേരെ, നിനക്ക് വേണ്ടല്ലോ, എനിക്ക് വേണം, എനിക്ക് നിന്നെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വന്നിട്ട് ജീവിതത്തിന് ഉദ്ദേശമുണ്ട്, അതെന്താണെന്നറിയാൻ വേണ്ടി നീ മരണം അങ്ങോട്ട് മാറ്റിവെക്ക്, ജീവിതം എന്തിനാണെന്നറിയാൻ വേണ്ടി മാറി എന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അതനുസരിച്ച് 5 കൊല്ലം കിട്ടിയ സമയം മുഴുവൻ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയിൽ മറുപടി കിട്ടാൻ തുടങ്ങി. ദൈവശബ്ദം കേൾക്കാനും ദൈവത്തിന്റെ പ്രേരണ ഉൾക്കൊള്ളുവാനും ഇടയായ അനുഗ്രഹകരമായ സന്ദർഭങ്ങൾ ഉണ്ടായപ്പോൾ പ്രാർത്ഥനയിലെ അനുഭവങ്ങൾ കുറിച്ചിടാൻ ഒരു പുസ്തകം ഉണ്ടാക്കി. ഒരു ബുക്ക് മാറ്റിവെച്ചു. 5 കൊല്ലക്കാലത്തെ അനുഭവങ്ങൾ കുറിച്ചിട്ടുകൊണ്ടായിരുന്നു. പ്രാർത്ഥന മടുപ്പില്ലാത്ത ഡയലോഗായിട്ട് മാറി. പ്രാർത്ഥന മോണോലോഗല്ല, അത് ഡയലോഗാണ്. പ്രാർത്ഥനയെന്ന് പറയുന്നത് ഇങ്ങനെ വായുവിലോട്ട് ഇങ്ങനെ ഏതാണ്ട് വർത്താനം പറയുന്നതാണ് പലരുടെയും വിചാരം. പക്ഷെ നമ്മൾ ദൈവത്തോട് സംസാരിക്കുകയും ദൈവം സംസാരിക്കുന്ന കേൾക്കുകയും ചെയ്യുന്ന ഒരു വേദിയാണ് പ്രാർത്ഥന. പ്രാർത്ഥനയിൽ അങ്ങോട്ട് സംസാരിക്കുകയും ഇങ്ങോട്ട് കേൾക്കുകയും ചെയ്യുമ്പോൾ രസകരമാണ്, സമയം പോകുന്ന അറിയില്ല. നമുക്ക് പലപ്പോഴും പ്രാർത്ഥന മടുപ്പായി തീരുന്നത് ഇത് ചൊല്ലി തീർത്തിട്ടും പറഞ്ഞിട്ടും ഒന്നും ഇങ്ങോട്ട് കേട്ടുന്നില്ല. അപ്പം എന്തിനാന്ന് വിചാരിച്ചങ്ങ് നിർത്തിക്കളയുക. അപ്പൊ പ്രാർത്ഥന ഡയലോഗാണ്, അത് മോണോലോഗല്ല. അത് നമ്മൾ ദൈവത്തോട് സംസാരിക്കുകയും ദൈവം സംസാരിക്കുന്ന കേൾക്കുകയും ചെയ്യുന്ന വേദിയാണ്. നമ്മൾ ദൈവത്തോട് സംസാരിച്ചിട്ട് ഇന്ന വേദഭാഗം വായിക്കാൻ പറഞ്ഞ് വേദഭാഗത്തിലൂടെ ദൈവം സംസാരിക്കും. അപ്പം പ്രാർത്ഥനയിലൂടെ നമുക്ക് ദൈവത്തോട് സംസാരിക്കാം. ദൈവം സംസാരിക്കാൻ തിരുവചനത്തിലൂടെ നീ ഇന്ന വേദഭാഗം എടുത്ത് വായിച്ചു നോക്ക്, അതിലൂടെ ഞാൻ നിന്നോട് സംസാരിക്കുന്നു പറയുമ്പോൾ അത് വളരെ ഹൃദ്യമായിരിക്കും, വളരെ രസകരമായിരിക്കും. അങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്ന വേദഭാഗത്തെ തന്നെ കർത്താവിനോട് സംസാരിക്കാനുള്ള ഭാഷയായിട്ട് ഉപയോഗിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പണ്ട് ടെലിഗ്രാം ഓഫീസിൽ ടെലിഗ്രാം അയക്കാൻ വേണ്ടി ചെല്ലുന്നവരെ സഹായിക്കാൻ വേണ്ടി കോഡ് ഭാഷയിൽ സന്ദേശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പണം ലാഭിക്കാൻ വേണ്ടി സന്ദേശങ്ങളെ ഇനം തിരിച്ച് നമ്പർ ഇട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മരണത്തിനുള്ള അനുശോചനം അറിയിക്കാനാണെങ്കിൽ ആ നമ്പർ കൂട്ടി ചെയ്താൽ മതി, വളരെ ചെലവ് പറഞ്ഞ് സന്ദേശം അയക്കാം. വിവാഹിതരാകുന്നവർക്ക് വിവാഹത്തിന്റെ ആശംസ കൊടുക്കാനാണെങ്കിൽ അതിനുള്ള സന്ദേശം അതിനകത്തുണ്ട്. അതിന് വേറൊരു നമ്പറാണ്, ആ നമ്പർ മാത്രം കൂട്ടി ചെയ്താൽ മതി. അങ്ങനെ പല നമ്പറിൽ സന്ദേശങ്ങൾ ടെലിഗ്രാം ഓഫീസിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അവിടെ ചെന്ന് വായിച്ചു നോക്കിയിട്ട് ഇന്ന സന്ദേശമാണ് ഞാൻ മറ്റുള്ളവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വിചാരിച്ച് ആ നമ്പർ എഴുതി കഴിഞ്ഞാൽ ആ നമ്പർ അടുത്ത പോസ്റ്റ് ഓഫീസിൽ ചെല്ലുമ്പോൾ ആ സന്ദേശമാക്കി മാറ്റി ടെലിഗ്രാം ഓഫീസ് അവർ കല്യാണ മണ്ഡപത്തിൽ കൊണ്ട് കൊടുക്കും. അത് വലിയ സന്തോഷമാണ്. നിനക്ക് നല്ല ശോഭനമായ കുടുംബജീവിതം ഉണ്ടാകട്ടെ എന്ന് ഇന്നയാള് ഈ മണവാളനെ സന്ദേശം കൊടുക്കുന്ന മണവാട്ടിക്ക് സന്തോഷം. അങ്ങനെ ഒരു സന്ദേശം ഉണ്ടായിരുന്നു. ഈ വേദപുസ്തകത്തിലെ വാക്യങ്ങളെല്ലാം തന്നെ സ്വർഗത്തിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് സന്ദേശം തരാനുള്ള കോഡ് ഭാഷകളാണ്. എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ ഇന്ന പുസ്തകത്തിലെ ഇന്ന അധ്യായത്തിൽ ഇന്ന വാക്യം ഞാൻ നിന്നോട് സംസാരിക്കുന്നു പറഞ്ഞാൽ അതിനർത്ഥമുണ്ട്. ഈ വേദപുസ്തകത്തിൽ എഴുതിയതുകൊണ്ട് മാത്രം നമുക്ക് കിട്ടണമെന്നില്ല. നമ്മൾ വേദപുസ്തകം കാണാതെ പഠിച്ചുകൊണ്ടോ പ്രസംഗിച്ചതുകൊണ്ടോ അത് നമ്മുടേതാകണമെന്നില്ല, നമുക്ക് ആകണമെന്നില്ല. അത് ഒരാളെടുത്ത് കോട്ട് ചെയ്യണം, പണം ചെലവഴിച്ച് ഒരാള് ഇത്രാം നമ്പർ കോഡ് സന്ദേശം ഞാൻ ഇന്നയാൾ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥമായി ആ സന്ദേശം കിട്ടുന്നയാൾക്ക് ആശ്വാസവുമായി. അത് ആ ബോർഡിൽ എഴുതിയിരിക്കുന്ന ആളുടെ വല്ല വിശേഷമുണ്ട്. ഒത്തിരി സന്ദേശങ്ങൾ അതിനകത്ത് കിടപ്പെടുന്നത് ആർക്കും ഒരു അർത്ഥവുമില്ല. എന്നാൽ ഒരാൾ ആ സന്ദേശം അയക്കാൻ നിശ്ചയിക്കുകയും അത് ഇന്നതാണെന്ന് തീരുമാനിക്കുകയും അതിനുള്ള പണമടയ്ക്കുകയും ചെയ്ത നമ്പർ അങ്ങ് വോട്ട് ചെയ്ത് കഴിയുമ്പോഴേ അർത്ഥം ഉണ്ടാവും. ഇതുപോലെ 5 വർഷക്കാലം 17 വയസ്സ് തൊട്ട് 22 വയസ്സ് വരെ മൗന പ്രാർത്ഥനയിൽ, ജാഗരണ പ്രാർത്ഥനയിൽ, വിവേചന പ്രാർത്ഥനയിൽ ദൈവഹിതം അറിയാൻ വേണ്ടി കാത്തിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് അമ്പ്യാപേശി നിന്ന് നീ ഇന്ന വേദഭാഗം വായിച്ച് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞതിന് അർത്ഥം അങ്ങനെ നമുക്ക് വേദപുസ്തകത്തിലെ വാക്യങ്ങൾ ദൈവാത്മാവ് എടുത്ത് കോട്ട് ചെയ്ത് നമ്മളോട് സംസാരിക്കണം. അപ്പോഴാണ് അതിന് അർത്ഥം വരുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം കർത്താവ് ഏത് വേദഭാഗം ഞാൻ വായിക്കേണ്ടത്, ആ വേദഭാഗത്തിൽ ഏത് അധ്യായമാണ് ഞാൻ വായിക്കേണ്ടത്, അതിൽ ഏത് വാക്യമാണ് നീ എന്നോട് സംസാരിക്കുന്നത് എന്നറിഞ്ഞിട്ട് അതെടുത്ത് വായിക്കാമെങ്കിൽ ട്യൂബ് ലൈറ്റ് കത്തുന്ന പോലെ അവിടെ കത്തുന്നത് കാണാൻ സാധിക്കും. അതിലൂടെ ദൈവം നമ്മളോട്
സംസാരം ഒരിക്കലും നമുക്ക് മറക്കാനൊക്കെയില്ല. അത് ഇതുവരെ കേട്ടിട്ടില്ലാതെ അറിഞ്ഞിട്ടില്ലാതെ സന്ദേശങ്ങൾ അതിൽ കൂടെ നമുക്ക് കിട്ടി തുടങ്ങും. അത് ദൈവം എന്നോട് സംസാരിച്ചതാ. അപ്പൊ അങ്ങനെ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കാൻ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം. എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസിൽ പോവുക, അവിടെ ചെല്ലുക, ലിസ്റ്റൊക്കെ വായിച്ചു നോക്കുക, അതിനുശേഷം ഇതിലേത് സന്ദേശമാണ് എനിക്കിപ്പോൾ ഇന്നയാൾ കൊടുക്കാൻ പറ്റുമെന്ന് തിരഞ്ഞെടുക്കുക. അതിനുശേഷം ആ നമ്പർ അങ്ങോട്ട് കോട്ട് ചെയ്ത് ആ പണവും കൂടെ അടച്ചു കഴിഞ്ഞാൽ സന്ദേശം പോയി കഴിഞ്ഞു, കിട്ടിക്കഴിഞ്ഞു, ഉദ്ദേശിച്ച കാര്യം സാധിച്ചു. ഇതുപോലെ നമ്മൾ പ്രാർത്ഥിച്ച ദൈവഹിതം അറിയാൻ കാത്തിരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുമ്പോഴേ ദൈവം നമ്മളോട് സന്ദേശം തരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ സകലതും ശോധന ചെയ്ത് നല്ലതും ഉറപ്പിടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ചിന്തകളും പെൻഡിങ്ങിൽ വെക്കുക. കർത്താവിൽ ഏതാ ദൈവഹിതം എനിക്ക് അറിഞ്ഞുകൂടാ, അവൻ മാറിയിരിക്കട്ടെ, എല്ലാം ഡയറി കുറിച്ചിടുക, ആ നിരത്തി അങ്ങോട്ട് വെക്കുക. ദൈവം പറയുന്നൊന്നും എനിക്ക് മതി എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ഇഷ്ടം അറിയുന്നിടം വരെയും എല്ലാം പെൻഡിങ്ങിൽ വെച്ച് അത് ബലിപീഠത്തെ വെക്കാൻ നമ്മളെ കൊണ്ട് കഴിവുണ്ടോ? പ്രാർത്ഥനയുടെ ഒന്നാം ഘട്ടം അതാ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ എല്ലാം നിങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ പറയുന്നു. പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ഘട്ടം അതാണ്. അപ്പൊ ഏതെല്ലാം വികാരം വന്നാലും, ഏതെല്ലാം ചിന്ത വന്നാലും, എന്തെല്ലാം ആഗ്രഹം വന്നാലും, എന്തെല്ലാം പ്രശ്നം വന്നാലും അതെല്ലാം അതേപടി ബലിപീഠത്തിലേക്ക് വെച്ചു കൊടുക്കുക. ദൈവമേ, ഇതിന്റെ അർത്ഥം എന്താണ്, ഇതിന്റെ ഉപയോഗം എന്താണ്, ഇതിന്റെ പ്രയോജനം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദർശനത്തിൽ കൂടിയോ വെളിപ്പാടിൽ കൂടിയോ സ്വപ്നങ്ങളിൽ കൂടിയോ തോന്നലുകളിൽ കൂടിയോ സാഹചര്യങ്ങളിൽ കൂടിയോ ഒക്കെ ദൈവം സംസാരിക്കും. പല വിധത്തിലാണ് സംസാരിക്കും. എന്നും ഒരുപോലെ ആകണമെന്നില്ല. ദൈവം നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പല വിധത്തിൽ ദൈവം സംസാരിക്കും. അപ്പോസ്തല പ്രവൃത്തികളിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അപ്പോസ്തലന്മാർ നടത്തപ്പെട്ട രംഗങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ വലിയ തർക്കം വന്നു കഴിഞ്ഞപ്പോൾ പുതുക്രിസ്ത്യാനികളും പഴയ ക്രിസ്ത്യാനികളും തമ്മിൽ വലിയ വാദപ്രതിവാദങ്ങൾ, അവർക്ക് തമ്മിൽ പല പൊരുത്തക്കേടുകൾ വന്നപ്പോൾ അന്നുണ്ടായിരുന്ന ആത്മനിറവുള്ള പിതാക്കന്മാർ ഒന്നിച്ചുകൂടി അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ ഒന്നാമത്തെ സുന്നഹദോസിൽ പ്രശ്നം അവർ ചർച്ച ചെയ്തു. എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേട്ടു, എല്ലാവർക്കും പറയാനുള്ളത് പറഞ്ഞു, അതിലെല്ലാവരും കൂടി എഴുന്നേറ്റെന്ന് പ്രാർത്ഥിച്ചു. ദൈവം ഏതേണ്ട സഭയുടെ തുടക്കത്തിൽ പ്രജാതിക്കാരുമുണ്ട്, യഹൂദന്മാരുമുണ്ട്, ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വന്നിരിക്കുന്നു, എങ്ങനെയാ സഭ മുമ്പോട്ട് പോകേണ്ടെന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൽ അവർ ജ്വലിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു തോന്നൽ, എല്ലാവർക്കും ഒരുപോലെ കാര്യങ്ങൾ മനസ്സിലായി. ഇന്നതൊക്കെ മതി, പുതുക്രിസ്ത്യാനിയുടെ ഇത്രയത്തരം കാര്യങ്ങളൊക്കെ മതി, അവരെ യഹൂദന്മാരുടെ എല്ലാ നിയമങ്ങളും അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല, അവർ വളർന്നു വരുവാൻ അവർക്ക് ഇത്രയത്രയൊക്കെ മതി. വിഗ്രഹാർപ്പിതം ശ്വാസം മുട്ടിച്ചത് പരസംഗം ഇങ്ങനെയൊക്കെയുള്ള കാര്യം മാത്രം ഒഴിവാക്കി അവരെ വളർത്തിയെടുത്തു. അല്ലാതെ പഴയ നിയമത്തിലെ ഈ എല്ലാം അവരിൽ അടിച്ചേൽപ്പിക്കേണ്ടെന്ന് തീരുമാനം, അവരെഴുതിയിരിക്കുന്ന തീരുമാനത്തിന്റെ വാചകം ഇതാണ്: ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിന് ഇങ്ങനെ തോന്നി. അതേ ആ വാക്യം കണ്ടോ? അപ്പൊ പ്രാർത്ഥിച്ചതിന് ശേഷം സകലതും ശോധന ചെയ്തിട്ട് നല്ലതും ഉറപ്പിടിക്കുന്നതിന് ഒരു ദൃഷ്ടാന്തം അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിന്റെ എത്രാം വാക്യത്തിലാണ് അങ്ങനെ അവരുടെ തീരുമാനം അങ്ങനെ എഴുതി 2 പേരുടെ കയ്യിൽ കൊടുത്തയക്കുകയാണ് ആ സഭകളിലൊക്കെ വായിക്കാൻ വേണ്ടി. ഏത് വാക്യമാണ് നിങ്ങളുണ്ടോ? ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും ഇങ്ങനെ തോന്നിയിരിക്കുന്നു. അത് എത്രാം വാക്യമാണ് നിങ്ങളുണ്ടോ? നോക്കിയോ, 28-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. 15-28 അപ്പോസ്തല പ്രവൃത്തി 15-28. വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം എന്നിവ എന്നല്ലാതെ അധികമായ ഭാരമൊന്നും ചുമത്തരുതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. നമുക്ക് ഇങ്ങനെ വല്ല തോന്നലുമുണ്ട്, നമ്മൾ തോന്നുന്നത് അങ്ങ് ചെയ്തോളുക. നമ്മുടെ തോന്നൽ സ്തോത്രത്തോടെ ദൈവത്തിലേക്ക് നടത്താൻ എനിക്കിങ്ങനെ തോന്നുന്നു. 34 കല്യാണാല പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ അങ്ങോട്ട് വെച്ചു, ഞാൻ കല്യാണം കഴിക്കണോ, ഇതുവല്ലോ നീ കരുതാണോ? ഇതൊന്നും കരുതല്ല, എന്നെ പരീക്ഷിക്കാൻ വന്നാന്ന് പറഞ്ഞു, എല്ലാം തട്ടിയേക്കാൻ പറഞ്ഞു. എന്നിട്ട് കർത്താവിന് വേണ്ടി വൃദ്ധനായി ദൈവവേല ചെയ്യാൻ വീട് വിട്ട് ഇറങ്ങിക്കൊള്ളാനാ പറഞ്ഞു. ആ 5 കൊല്ലക്കാലത്തെ അനുഭവങ്ങൾ ഡയറി കുറിച്ചിട്ട് നമ്മൾ പരിമല കബറിങ്കിൽ പോയി 3 ദിവസം ധ്യാനിച്ചിരുന്നു. 3 ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് ഇതെല്ലാം വായിച്ചു നോക്കിയിട്ട് ദൈവത്തോട് ദൈവമേ, നിന്റെ ഉദ്ദേശം, എനിക്ക് വയസ്സ് 22ആയി, ഇനി ഒത്തിരി ആലോചനകളൊക്കെ ഉണ്ട്, അപ്പൻ ആഗ്രഹമുണ്ട് കച്ചവടക്കാരനായ കൂടെ കൂടണമെന്ന്. കല്യാണം കഴിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് ഇരട്ട പെമ്പിള്ളാരാ, പെങ്ങന്മാർ 2 പേര്, ഇരട്ടയിൽ 2 ഒന്നിനെയും പറഞ്ഞു വിടാനൊക്കെ ഒന്ന് വിചാരിച്ച് അപ്പൻ ആ ഭാരം. എന്നെക്കാൾ 3 വയസ്സിന് ഇളയിലുള്ള 2 പെങ്ങന്മാരെ അവരെ കെട്ടിച്ചു വിടണം. കടം കിട്ടാനുണ്ട്, കടം കൊടുക്കാനുമുണ്ട്, സാമ്പത്തിക പ്രതിസന്ധി നല്ലവണ്ണമുണ്ട്, അപ്പനാണ് നടുവേദനയുണ്ട്. അപ്പൊ അങ്ങനെയാണ് മൂത്ത ആളായിരിക്കുന്ന ഞാൻ കല്യാണം കഴിച്ചാൽ കിട്ടുന്ന സ്ത്രീധനം കൊണ്ട് ഒരുത്തിയെങ്കിലും പറഞ്ഞു വിടാവല്ലോ എന്നുള്ള അപ്പന്റെ കണക്ക് കൂട്ട്. അപ്പൊ അങ്ങനെ അപ്പന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി അങ്ങനെ പറയുക. അപ്പൊ ഇങ്ങനെയെല്ലാം ആലോചിച്ചിരിക്കുമ്പോൾ ഞാൻ ഇതെല്ലാം കണ്ടുകൊണ്ട് 5 കൊല്ലം പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ അനുഭവങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് പോയപ്പോൾ ദൈവാത്മാവ് പറഞ്ഞത്, അപ്പം പറയുന്ന പെങ്ങന്മാരെയും കെട്ടിച്ച് കടം വീട്ടിച്ച് പോകൂ, ന്യായമല്ലേ?
പക്ഷെ അങ്ങനെ വേണോ? അപ്പൊ ദൈവാത്മാവ് എന്നോട് പറഞ്ഞത്, മുമ്പേ അവന്റെ രാജ്യവും നീ അന്വേഷിച്ചാൽ വേണ്ടതില്ല നിനക്ക് തേടി. താഴ്മ യഹോവക്തി ഉണ്ടെങ്കിൽ ധനവും മാനവും ജീവനും തേടി വരും. അത് എത്രാം വാക്യം എന്നറിയാവോ? സദൃശവാക്യം 22:4. താഴ്മയും യഹോവക്തിയും വർദ്ധിപ്പിച്ചാൽ മതി, ധനവും മാനവും ജീവനും നമ്മളെ തേടി വരും. മുമ്പേ രാജ്യവും നീതി അന്വേഷിച്ചാൽ മതി, നമുക്ക് വേണ്ടതെല്ലാം നമ്മളെ തേടി വരും. എവിടെയാത്? മത്തായി 6:33 സദൃശവാക്യം 22:4 പറഞ്ഞിരിക്കുന്ന വചനം. നമ്മൾ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, രാജ്യവും നീതി അന്വേഷിച്ചാൽ മതി, നമുക്ക് വേണ്ടി നമ്മളെ തേടി വരുന്നുള്ളു. ഈ കാര്യങ്ങളെല്ലാം ദൈവാത്മാവ് വചനങ്ങളിലൂടെ ഉറപ്പ് തന്നു. അതുമാത്രമല്ല, വീട്ടിലെ കടം വീട്ടാനോ അപ്പനെ സഹായിക്കാനോ അല്ല, സ്വർഗത്തിലെ അപ്പനെയാണ് ആദ്യം സഹായിക്കേണ്ടത്. അതുകൊണ്ട് സ്വർഗത്തിലെ അപ്പൻ നിന്നോട് പറയുന്നത്, നീ ആത്മഹത്യ ചെയ്യാൻ പോയ ആളാ, നീ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ അപ്പനെ എങ്ങനെ കച്ചവടം നടത്തിയാനെ, പെങ്ങന്മാരെങ്ങനെ കെട്ടിച്ചാനെ? ഞാനാ നിന്നെ രക്ഷിച്ചത്. നിന്നെ എനിക്ക് ആവശ്യമുണ്ടായിരുന്നുകൊണ്ട് ഞാൻ നിന്നെ രക്ഷിച്ചു. 5 കൊല്ലം ഞാൻ നിന്നെ പഠിപ്പിച്ചു. ഉഴപ്പനായിട്ട് നടന്നൊരു കാലമുണ്ട് 16 വയസ്സ് വരെ. മഹാഉഴപ്പൻ. 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലും തോറ്റതാ ഉഴപ്പ് കാരണം. അത് കഴിഞ്ഞ് 15ാമത്തെ വയസ്സിൽ 16ാമത്തെ വയസ്സിലാണ് 5th ഫോമിൽ വരുന്നത്. അന്ന് 5th 6th ഒക്കെയാണ് ക്ലാസ്. ഈ എല്ലാ വഴിയും വിട്ട് ദൈവത്തെ എന്നെ കൊണ്ട് ഉദ്ദേശം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ, കിട്ടുന്ന സമയം മുഴുവൻ പ്രാർത്ഥിക്കാൻ വേർതിരിച്ചപ്പോൾ ദൈവാത്മാവ് സംസാരിക്കാൻ ആരംഭിച്ചു. വചനത്തിലൂടെ സംസാരിക്കാൻ തുടങ്ങി. അത് പ്രത്യാശയായി. എനിക്കറിയാൻ പാടില്ലാതെല്ലാം കർത്താവ് തന്നെ ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. എനിക്കറിയാൻ പാടില്ലാത്ത വിഷയം കർത്താവ് ട്യൂഷൻ എടുക്കുന്നത്. സന്ധ്യയ്ക്ക് അറിയാൻ പാടില്ലാത്ത തരം വാദ്യത്തിൽ കിടന്ന രാത്രി സ്വപ്നം കാണുന്നത് അറിയാൻ പാടില്ലാത്ത തരം ക്ലാസ് എടുക്കുന്നതായിട്ടായിരിക്കും. നേരം എടുക്കുമ്പോഴത്തേക്ക് അത് മനസ്സിലാകുകയാണ്. ഇങ്ങനെ കർത്താവ് തന്നെ എനിക്ക് ട്യൂഷൻ തന്നിട്ട് ഞാൻ പഠിക്കാതെ വിട്ടതെല്ലാം കർത്താവ് പഠിപ്പിക്കുക. SLCക്ക് ഫസ്റ്റ് ക്ലാസ്സിനടുത്ത് മാർക്ക് കിട്ടി. തന്നെ കിട്ടുന്ന സമയം മുഴുവൻ കർത്താവ് പഠിപ്പിച്ചപ്പോൾ പഠിത്തത്തിന് രസമായി മാറി, മടുപ്പ് മാറി, ബോഷത്വങ്ങൾ മാറി. ABCD ഒക്കെ അന്നേരം പിന്നെയാ പഠിക്കുന്നത്. 15 വയസ്സൊക്കെയാ ABCD 1, 2, 3 ഒക്കെ ശരിക്കും പഠിച്ചത് പിന്നെയാ. പറഞ്ഞതിന് അതുപോലെ ഉഴപ്പനായി നടന്ന ഒരാളാണ്. പക്ഷെ ഇതെല്ലാം കർത്താവ് പഠിപ്പിച്ചു. അത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ കർത്താവ് എന്നോട് ചോദിക്കുകയാണ്, നിനക്ക് വേണ്ടായിരുന്നു, എനിക്ക് നിന്നെ വേണം, ഞാൻ നിന്നെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഇതുപോലെ ആത്മഹത്യ ചെയ്യുന്ന അനേക സ്ഥലങ്ങളിലുണ്ട്. നിരാശരായി കഴിയുന്ന അനേക സ്ഥലങ്ങളിലുണ്ട്. അവരോട് ഈ സുവിശേഷം പറയാൻ ഞാൻ സുവിശേഷകനായിട്ട് വിളിച്ചിരിക്കുന്നു. നീ വീട്ടിൽ നിന്ന് ഉടനെ ഇറങ്ങണം. നീ മൂത്ത മകനായിരിക്കാം, പെങ്ങന്മാരെ കെട്ടിക്കാനുണ്ടായിരിക്കാം, അനിയൻ 10 വയസ്സിന് ഇളപ്പക്കാരന് അവൻ പഠിക്കാനുണ്ടായിരിക്കാം, അപ്പന് ക്ഷീണം ഉണ്ടായിരിക്കാം. പക്ഷെ ഇതൊന്നും അതല്ല വിഷയം. സ്വർഗത്തിലെ അപ്പൻ തന്നെ വിളിക്കുന്നത് ഇതിനു വേണ്ടിയാ. നീ ആ വിളി അനുസരിച്ച് പോകാമെങ്കിൽ നിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ നോക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് വീട് ഞാൻ നോക്കിക്കൊള്ളാമെന്ന് കർത്താവ് പറഞ്ഞ ആ ധൈര്യത്തിൽ ഞാൻ പരിമല കവറങ്കിൽ ഇരുന്നുകൊണ്ട് എന്റെ ഡയറി കുറിച്ചു. ഞാൻ അപ്പനെയും അമ്മയും വീടിനെയും നാടിനെയും ഉപേക്ഷിച്ച് അന്ന് ഓർത്തഡോക്സ് സഭയിൽ സുവിശേഷ വേലയുള്ള ഏക സ്ഥലമായിരിക്കുന്ന തടാകമാശ്രമത്തിലേക്ക് സുവിശേഷകനായി ഞാൻ പോവുകയാണ്. ഞാൻ തീരുമാനമെടുത്തു. എനിക്ക് വേറൊന്നും വേണ്ട. എനിക്ക് ജീവൻ തന്ന യേശു, എനിക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിന്റെ വകയാണ് ഞാൻ. എനിക്ക് വേറൊന്നും നോക്കണ്ട. എന്തെല്ലാം ആലോചനയുണ്ടെങ്കിലും എല്ലാവരുടെയും അഭിപ്രായം മാറ്റി വെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ അഭിപ്രായത്തിന് 1ാം സ്ഥാനം കൊടുത്തിരിക്കുന്നു പറഞ്ഞ് തീരുമാനം എടുത്തുകൊണ്ട് വീട്ടിലോട്ട് വന്നു. എനിക്ക് വലിയ ആശ്വാസമായി. എല്ലാ സന്ധ്യയ്ക്കും സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് അത്താഴൂണ് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലൊരു ആലോചന യോഗമുണ്ട്. അപ്പൻ കട്ടിലേക്ക് കയറി കിടക്കും, അമ്മ ഇഞ്ഞപ്പുറം ഇരിക്കും. വീട്ടിലെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പോൾ, എന്താ നീ പരമയിലേക്ക് പോകട്ടെ, തീരുമാനം എന്താ എന്ന് വിഷയം എടുത്തിട്ടു. ഞാൻ പറഞ്ഞു, ഞാൻ സുവിശേഷകനായി ഒരു സന്യാസിയായി ഈ സഭയിലെ ആശ്രമത്തിലേക്ക് ഞാൻ പോവുകയാണ്. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു പറഞ്ഞു. ഇത് കേട്ട ഉടനെ അപ്പൻ ചാടി എഴുന്നേറ്റു. നീ സന്യാസിയായിട്ട് തടാകമാസത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞാനൊരു സന്യാസിയായിട്ട് ഹിമാലയത്തിലേക്ക് പോവുകയാണ്. വീട് നടക്കുന്നൊന്ന് കാണട്ടെ, പെങ്ങന്മാരെ കെട്ടിക്കുന്നൊന്ന് കാണട്ടെ, കടം വീഴുന്നൊന്ന് കാണട്ടെ. അങ്ങ് പോയി. നാളെ എന്നാ ചെയ്യും? അപ്പൊ ഇങ്ങനെ എന്റെ നിമിത്തം നിങ്ങളുടെ വീട്ടിൽ ഞാൻ നിങ്ങൾക്ക് വാള് വരുത്തുമെന്ന് പറഞ്ഞ വചനമുണ്ട്. അപ്പൊ അങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ അമ്മ അവിടെ ഇരുന്ന് വിഷമിക്കുക. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പായിട്ട് മത്തായിയുടെ സുവിശേഷം 10ാം അധ്യായം 34ാം വാക്യം കൊണ്ട് വായിച്ച് ഏൽപ്പിച്ചു. ഈ വചനം ഇപ്പോൾ അവിടെ നിവൃത്തിയാകുകയാണ്. അമ്മ വിഷമിക്കണ്ട, ദൈവം തമ്പുരാൻ ഇതിന് മറുപടി തരുമെന്ന് പറഞ്ഞു. അപ്പം ഹിമാലയത്തിൽ പോകുന്ന പൊക്കോട്ട്, അതിന് വിഷയമൊന്നുമില്ല. ദൈവം ഈ വീട് നടത്താൻ പോവുകയാണ്. ഞാൻ വീടിനെ അനാഥമാക്കാനല്ല പോയത്, വീടിനെ സനാഥമാക്കാനാണ്. ഞാൻ വീട്ടിൽ നിൽക്കുന്നതിനൊക്കെ പങ്കാളി ദൈവം വീട് നടത്തി കാണിക്കും. അതെങ്ങനെയാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ മുമ്പേ രാജ്യവും നീതി അന്വേഷിച്ച് കർത്താവിന്റെ വഴിക്ക് പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി, ഞാനും എന്റെ അമ്മയും കൂടെ 10:34 വായിച്ചു. ഒന്ന് വായിക്കാവോ? ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നുവെന്ന് നിരൂപിക്കരുത്, സമാധാനമല്ല വാളത്രേ വരുത്താൻ വന്നത്. മേശത്തിന്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മാവി അമ്മയോടും പേരിപ്പാനത്രേ വന്നത്. വീട്ടുകാർ തന്നെ ശത്രുക്കളാവും. അപ്പൊ ഈ കാര്യം പറഞ്ഞ് ഈ വചനം ഇവിടെ നിവൃത്തിയായത്.
അതുകൊണ്ട് അമ്മച്ചി വിഷമിക്കേണ്ട, ഈ വീടിന്റെ ചുമതല ഞാൻ ദൈവത്തെ ഏൽപ്പിച്ചിട്ട് എന്നെ വിളിച്ച ദൈവത്തിന്റെ വിളി കേട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഞാൻ വീട് നോക്കുന്നതിനേക്കാൾ ഭംഗിയായി എന്റെ ദൈവം വീടിനെ നടത്തും എന്നുള്ള ഉറപ്പിൽ ഞാൻ ഇറങ്ങുകയെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ട് ഇത് 6 മണിക്ക് കഴിഞ്ഞപ്പോൾ ഹിമാലയത്തിൽ പോയി ആൾ തിരിഞ്ഞു വന്നു. രാത്രി എങ്ങാണ്ടൊക്കെ പോയി തിരിച്ചു വന്നു, ഏറിയാൻ കടന്നു. അപ്പൊ ഹിമാലയത്തിലെ പോക്ക് മാറ്റി വെച്ചു, തിരിച്ചു വന്നു. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ, ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ദൈവം ആ ആളിനെ ബോധം കൊടുത്തു എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ദൈവം ഇടപെട്ടു. നീ തിരിച്ചു പോ, നീ ഇപ്പൊ ഹിമാലയത്തിൽ പോകണ്ട, ഞാൻ വിളിച്ചിട്ടാണ് അവനെ, ഞാൻ വീട്ടിലെ കാര്യം നോക്കാമെന്ന് ഉറപ്പ് അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെ ആ നടുവേദനയായിട്ട് കയറി ഭിത്തിയുടെ അകത്തേക്ക് തിരിഞ്ഞു കിടന്നുകൊണ്ട് അപ്പൻ കിടക്കുമ്പോൾ അമ്മ ആ കട്ടിലേക്ക് കയറി അങ്ങിരുന്നു. നടു തിരുമ്മിക്കൊണ്ട് പറഞ്ഞു, മൂത്ത മോഹനല്ലേ പൊക്കോട്ടെ, ദൈവം വിളിച്ചതല്ലേ, ദൈവം നമ്മളെ കൈവിടുകയില്ല, നമ്മുടെ കാര്യം ദൈവം നടത്തും. മൂത്തത് ദൈവത്തിൻ്റെതാ, കടിഞ്ഞൂല് ദൈവത്തിന്റെ വകയാ, നമ്മുടേതല്ല, നമ്മൾ വളർത്തിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പറയാതെ തന്നെ, ആരും പറയാതെ തന്നെ ഒരു ബോധം വന്ന് വലിയ കാര്യമല്ലേ. അതുകൊണ്ട് ദൈവവേലയ്ക്ക് ഇയാൾ പൊക്കോട്ടെ, നമ്മുടെ കാര്യം ദൈവം നടത്തിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൻ മൗനം അനുവാദം, നോ പറഞ്ഞില്ല. ആ ലാക്കിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ പോയി വേല ചെയ്തു. തമിഴ് ഭാഷ പഠിച്ച് തമിഴിൽ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അവിടുത്തെ കോയമ്പത്തൂർ ജയിലിൽ പോയി ജയിൽ വാർഡിനെ കണ്ട് ജയിൽ വാർഡിന്റെ അനുവാദത്തോടെ ജയിലിൽ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അവിടെയുള്ള ക്ഷേത്രങ്ങളിൽ പോയി ആ ക്ഷേത്രത്തിനകത്ത് പോയിരുന്നോണ്ട് ക്ലാസ് എടുക്കാനൊക്കെ വേണം. ക്ഷേത്രത്തിലുള്ളവരും അവിടെയുള്ളവർക്ക് ആശുപത്രി വരുന്നവരാ. ആശുപത്രിയിൽ വന്നവർക്ക് സൗഖ്യം കിട്ടിയതിന്റെ സന്തോഷം കൊണ്ട് ആശ്രമക്കാരെ അവർക്ക് വലിയ ബഹുമാനമാണ്. അതുകൊണ്ട് എവിടെയും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എല്ലാ അമ്പലങ്ങളിലും എല്ലാ വീടുകളിലും കയറി തമിഴിൽ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അങ്ങനെ അനേകർക്ക് മാനസാന്തരം ഉണ്ടായി. ജയിൽ വാർഡന്റെ മകൻ കല്യാണം കഴിക്കാൻ നേരത്ത് ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഈ ജയിൽ വാർഡന്റെ മകനെ കൗൺസിലിംഗ് നടത്തി അവനെ വേദോത്സവം പഠിപ്പിച്ച് അവനെ സ്നാനപ്പെടുത്തിയപ്പോൾ തലതൊട്ട് ഞാനാ. കോയമ്പത്തൂർ പള്ളി വെച്ച് തലതൊട്ട് അവനെ ക്രിസ്ത്യാനിയാക്കി കല്യാണം നടത്തി. അങ്ങനെ ആ കുടുംബത്തിൽ പോയി ബൈബിൾ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അപ്പൊ ദൈവത്തിന്റെ വേലയ്ക്ക് ഇറങ്ങിയാൽ ദൈവം വഴികൾ തുറക്കുന്ന വഴികൾ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ തമിഴ് ഭാഷ പഠിച്ച് തിരുക്കുറലിനും പഠിച്ച് വേദോത്സവം പഠിച്ച് അവരുടെ ഭാഷയിൽ അവരുമായി സംസാരിച്ചപ്പോൾ അനേകരെ നേടാനിടയായി. അങ്ങനെ ദൈവം നല്ലവനാണെന്ന് രുചിച്ചറിഞ്ഞ് ദൈവത്തിന്റെ വേല ചെയ്ത് 4 വർഷക്കാലം വേല ചെയ്യുന്നുള്ള കാര്യം ഓർപ്പിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരു സുവിശേഷ വയലിലേക്ക് പ്രൊമോഷൻ കിട്ടിപ്പോവുകയാണ്. കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ ഒരു സുവിശേഷ വയലിലെ ഹോമിയോ ഡോക്ടറായിട്ട് ഒരു ആശുപത്രി നടത്തിക്കൊണ്ട് സുവിശേഷ വേല ചെയ്യാനൊരു പ്രൊമോഷൻ കിട്ടി. അവിടെ പോയി ഒരു അച്ഛനോടൊപ്പം വേല ചെയ്യുമ്പോൾ 352 പേര് സ്ഥാനമേറ്റ് സഭയിൽ ചേർന്നു. മന്ത്രവാദം കുടിയും വലിയൊക്കെ നിർത്തി സത്യദൈവം ഉണ്ടെന്ന് പറഞ്ഞ് ദൈവവർഷത്തേക്ക് കയറി വന്ന് അങ്ങനെ ദൈവത്തിന്റെ വേല ചെയ്യുവാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഹിമാലയത്തിലേക്ക് പോയ അച്ഛന് കാര്യം മനസ്സിലായി. കാര്യമെല്ലാം മങ്ങായിട്ട് നടക്കുന്നുണ്ട്. 3-5-6 കൊല്ലം കഴിഞ്ഞപ്പോഴേ പറഞ്ഞ വാക്ക് നിവൃത്തിയായി. പെങ്ങന്മാരെ 2 പേരെയും കെട്ടിച്ചു. അനിയൻ മിടുക്കനായിട്ട് പഠിച്ചു വന്നു. വീട്ടിലെ കടം കിട്ടാനുള്ളത് കിട്ടി, കൊടുക്കാനുള്ളത് കൊടുത്തു. അവൻ കട നടത്താനുള്ള ആരോഗ്യമായി. ഇതാണ് ഏറ്റവും നല്ല വഴിയെന്ന് അവന് മനസ്സിലായി. അവൻ എന്നെ തേടി വന്നു. ഞാൻ സുവിശേഷ വേല ചെയ്യുന്ന സ്ഥലത്ത് വന്ന് തടാകമാശ്രമത്തിൽ തമിഴ് ക്ലാസ് എടുക്കുന്ന കണ്ട് അന്തം വിടുക. എന്റെ മോനെ തമിഴനായല്ലോ. തമിഴ് പഠിച്ച് തമിഴിൽ ക്ലാസ് എടുക്കുന്നത് ഈ കൺവേർട്ടായിരിക്കുന്ന ഈ ജയിൽ വാർഡന്റെ മോൻ താമസിക്കുന്ന വീട്ടിൽ ചെന്നാണ് നടത്തുന്നത്. സന്തോഷമായി. എന്ന് നീ ഇവിടെ വന്നുകൊണ്ട് തമിഴിൽ കുറെ പേർ ക്രിസ്ത്യാനികളായല്ലോ. അതിനുശേഷം പാലപ്പുഴ മിഷൻ സെന്ററിൽ 352 പേരെ സ്ഥാനമേറ്റ് എല്ലാ ദിവസവും ബൈബിൾ ക്ലാസ്, എല്ലാ കവലയ്ക്കും പോയെന്ന് പ്രസംഗം, ഇതെല്ലാം കേൾക്കാൻ ആളുമുണ്ട്. അങ്ങനെ അനേക സഭയിൽ ചേർന്ന് വന്ന് ഒരു സന്ധിക്കത്തെ ബൈബിൾ ക്ലാസ് സംബന്ധിക്കാൻ അച്ചായനും വന്നു. അതും കണ്ട് സന്തോഷിച്ചു. മോനെ കൊള്ളാം, ഞാൻ നിന്നെ അന്ന് എതിരായി നിന്നത് എന്റെ ബോഷത്വമായി പോയി. എന്റെ സാമ്പത്തിക പ്രതിസന്ധി ഞാനങ്ങ് ചിന്തിച്ചു പോയതാ. പക്ഷെ ഇതാ ഏറ്റവും എളുപ്പമെന്ന് എനിക്ക് മനസ്സിലായി. ഇതാ ഏറ്റവും നല്ല വഴിയെന്ന് എനിക്ക് മനസ്സിലായി. നീ വേല ചെയ്തോ എന്ന് പറഞ്ഞ് ആ അപ്പൻ അവിടെയും വന്ന് കണ്ട് സന്തോഷിച്ചു. അദ്ദേഹത്തിന്റെ അന്ത്യം എടുക്കാറായപ്പോൾ എനിക്ക് സന്ദേശം കിട്ടി, നിന്റെ അപ്പനെ പോയി ശുശ്രൂഷിക്കണമെന്നായി. അപ്പന് ക്ഷീണിതനായി രോഗിയായി ആഹാരം കഴിക്കാൻ നിർത്തിയില്ല, തളർന്നു കിടക്കുന്ന അവസ്ഥയിൽ ഞാൻ ആ കൂടെ പോയി താമസിച്ച് തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയിലെ അച്ഛനെ വിളിച്ച് 40 ദിവസത്തേക്ക് എന്റെ അച്ചായന് വേണ്ടി കുർബാനയെല്ലാം പറഞ്ഞു. വീട്ടിൽ കിടന്നുകൊണ്ട് ലൗഡ് സ്പീക്കർ കൂടെ കേൾക്കാം. 40 ദിവസം കുർബാന ചൊല്ലിച്ചു. ചത്തോട്ട് ശേഷമല്ല, മരിക്കുന്നതിന് മുമ്പ് തന്നെ 40 ദിവസം കുർബാന ചൊല്ലിച്ചു. വചനം കേട്ടു, ധ്യാനിച്ചു. വളരെ സന്തുഷ്ടമായി ഒരു ഞായറാഴ്ച രാവിലെ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. പർദീസയിലേക്ക് കടന്നുപോയി. അദ്ദേഹത്തെ അങ്ങ് യാത്ര ചെയ്തിട്ടാണ് പള്ളിയിൽ പോയത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, സകലതും ശോധന ചെയ്ത് നല്ലതും ഉറപ്പിടിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം പ്രതിസന്ധികളിൽ ആലോചന തന്ന് നമ്മൾ വഴി നടത്തി എല്ലാം ഭംഗിയായി നടത്തുമെന്നുള്ള കാര്യത്തിന് സാക്ഷിയാണ് നമ്മൾ പറയുന്നത്. അവൻ സകലതും ശോധന ചെയ്ത്
നല്ലത് മുറുകെ. ഏത് പ്രതിസന്ധി വന്നാലും ഏത് പ്രശ്നം വന്നാലും ഈ സാറ് പറഞ്ഞതുപോലെ എന്നെ ശക്തനാക്കുന്നതിന് ഞാൻ സകലത്തിനും, അതിൽ പെടാത്ത കാര്യമൊന്നുമില്ല, സകലത്തിൽ എന്നുള്ള വാക്കുകൂടി അതിനകത്തുണ്ട്. സകലത്തിന് ശക്തനാണ്. ആ കാര്യം പ്രാർത്ഥിക്കാൻ മറക്കരുത്, ആശ്രയിക്കാൻ മറക്കരുത്. അപ്പോൾ ദൈവം വഴികൾ കാണിച്ചു തരും. ആരെതിര് നിന്നാലും അവർ തിരികെ വരും. അപ്പൊ ഞാൻ അപ്പനേക്കാൾ അമ്മയെക്കാൾ വീടിനേക്കാൾ അധികം ദൈവത്തെ സ്നേഹിക്കുന്നത് തെളിയിക്കുവാനുള്ള ഒരു വെല്ലുവിളിയായിരുന്നത്. ഞാൻ അത് തെളിയിച്ചു കാണിച്ചു. അപ്പോൾ അപ്പൻ ഞാൻ പോയ വഴിയെ വന്നു. അപ്പോൾ സന്തോഷമായി നല്ല ക്രിസ്തീയ അന്ത്യം പ്രാപിച്ച് നല്ല പ്രത്യാശയോടെ ഒരു 5-6 മാസം തളർന്നു കിടന്ന് എന്തിനാണെന്നറിയാവോ? കച്ചവടക്കാരനായിരുന്നു. കച്ച കവടമൊക്കെ ഉണ്ടായിരുന്നു. കച്ചവടക്കാരൻ ലാഭം കിട്ടാൻ വേണ്ടി ഏത് പണിയും ചെയ്യുമായിരുന്നു. അതിനെല്ലാം ശരിക്കും അനുഭവിക്കാൻ വേണ്ടിയാണ് ഈ അവസരം കൊടുത്തത്. അപ്പൊ അവസാനം അത് പോയി അച്ചായനെ ശുശ്രൂഷിക്കാനും അച്ചായന് മാനസാന്തരം ഉണ്ടാകാനും കച്ചകവടത്തിലെ കവടങ്ങളെല്ലാം കളഞ്ഞ് സത്യനായി സത്യദൈവത്തിൽ വരാനും ഇടയാക്കി. അപ്പൊ ആ പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് ദൈവം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രാർത്ഥനയിൽ സമർപ്പിച്ചാൽ ദൈവം വഴി കാണിച്ചു തരും എന്ന് പറഞ്ഞൊരു കാര്യത്തിലാണ്. അപ്പൊ ഇത്രയും നേരം പറഞ്ഞതിന് ചുരുക്കം, പ്രാർത്ഥനയിൽ പോരാടുവാൻ നമ്മളെ സഹായിക്കാൻ ചിലർ വേണം. അപ്പൊ ഏത് പ്രതിസന്ധി വന്നാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഗുരു ഉണ്ടായിരുന്നു. അവിടെ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു പ്രവചന നൽവരമുള്ള ഒരാളുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുമായിരുന്നു. ഓർത്തഡോക്സ് സഭയിൽ തന്നെ പ്രവചന നൽവരം ഉണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രാർത്ഥിക്കുന്നവർ ഫുൾ ടൈം പ്രാർത്ഥിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് അറിയാൻ പാടില്ലെന്നേ ഉള്ളൂ. അങ്ങനെ എനിക്ക് പരിചയമുള്ള ഒരാൾ തപ്പിപ്പിടിച്ചു പോയി. ഏത് പ്രതിസന്ധി വന്നാലും പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടുകയില്ലെങ്കിൽ മറുപടി കിട്ടുന്നതിനും വരെ പ്രാർത്ഥിക്കാൻ ജാഗരിക്കാൻ കഴിവുള്ളവരെ പോയി തേടി എവിടെയെങ്കിലും ഒരു പ്രവാചനം ഉണ്ടെന്ന് കേട്ടാൽ അവിടെ പോകുമായിരുന്നു. വളരെ മൈലുകൾ താണ്ടി അവിടെ പോയി അവരോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഓരോ പ്രതിസന്ധിയിലും ദൈവഹിതം തിരിച്ചറിഞ്ഞ് തള്ളേണ്ടത് തള്ളാനും കൊള്ളേണ്ടത് കൊള്ളാനുള്ളതായ പരിശീലനം കിട്ടിയതുകൊണ്ടാണ് നീ സഭയിൽ ഇന്നിവിടെ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടാനല്ല, കിട്ടിയത് കൊടുത്തു തീർക്കാനാണ്. കുരിശ് കിട്ടാൻ ഇതൊക്കെ ആവശ്യമാണ്. വീട്ടിൽ നിന്ന് കുരിശ് കിട്ടി, അപ്പനെതിരായെങ്കിലും അപ്പൻ തന്നെ അനുകൂലിയായി മാറി. ആ ദൈവത്തെക്കാൾ അധികം ആരെയും ഞാൻ സ്നേഹിക്കുന്നില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മയും വീട്ടുകാരും നാട്ടുകാരും എല്ലാം സ്വന്തക്കാരായി. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, നമ്മൾ ഏത് പ്രതിസന്ധിയിലും പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ മതി, പ്രാർത്ഥിക്കാൻ വിവേചനപരം പ്രാർത്ഥിച്ചാൽ മതി. നമുക്ക് പ്രാർത്ഥനയിൽ പോരാടിയാൽ എല്ലാം നന്മയ്ക്കാക്കി തീർക്കാൻ സാധിക്കും എന്നുള്ള വലിയ പാഠമാണ് നമുക്കിവിടെ പഠിപ്പിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ എപ്പപ്രാസിനെ നമുക്കൊന്ന് വിളിച്ചുകൂടെ? എപ്പപ്രാസ് ഞങ്ങളെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. ഇത്രയും നാൾ നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ? ഇപ്പൊ നമുക്കൊന്ന് വിളിക്കാം. എപ്പപ്രാസും പൗലൂസും ഒക്കെ ഒന്ന് വരട്ടെ. അവർ വന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ, ഞങ്ങൾക്ക് പുസ്തകത്തിൽ എല്ലാനേ അറിയാവൂ, ഞങ്ങൾക്ക് വിവേചന പ്രാർത്ഥന നടത്താനോ ജാഗരണ പ്രാർത്ഥന നടത്താനോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, സകലതും ശോധന ചെയ്യാനുള്ള വിവേചന പ്രാർത്ഥനകൾ വേണമെന്ന് പറഞ്ഞ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് എഴുന്നേറ്റാട്ട്. പ്രാർത്ഥനയാലെപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുക, എന്റെ സഹ നൽകുക, എന്റെ സകല പ്രാർത്ഥനയാലും. ആ പ്രാർത്ഥന കറിയായി സകല പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ? എന്നതായി സകല പ്രാർത്ഥന? അപ്പോ എല്ലാ അനുഭവവും പ്രാർത്ഥനയാക്കണമെന്നാ. അല്ല സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ചില കാര്യങ്ങൾ ഞാൻ ചൊല്ലിക്കൂട്ടുന്ന മാത്രമല്ല, സകല അനുഭവവും പ്രാർത്ഥനയാക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് അതിന്റെ അർത്ഥം അറിഞ്ഞുകൂടാ. അപ്പൊ അതുകൊണ്ട് സകലതും പ്രാർത്ഥനാ വിഷയമാക്കണമെന്നാ. സകല അനുഭവം, സകല തോന്നലുകളും സകല സംശയങ്ങളും സകല വികാരങ്ങളും സകല സംശയങ്ങളും സകല അനുഭവങ്ങൾക്കും അർത്ഥമുണ്ട്. നമ്മൾ അറിയുന്ന പോലെ നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത അനേക കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പ്രാർത്ഥിച്ചാൽ മാത്രമേ അത് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണ്. ചെറുപ്പത്തിൽ തന്നെ പ്രാർത്ഥിച്ച് സ്വപ്നം കണ്ടയാളാണ് യോസഫ്, പഴയ നിയമത്തിലെ യോസഫ്. യോസഫിന് ദർശനത്തിൽ കൂടെ നീ ഭാവിയിൽ വലിയൊരു മന്ത്രിയാകും, വലിയൊരു ഭരണകർത്താവും എന്നുള്ള സന്ദേശം കിട്ടി. അതനുസരിച്ച് താൻ ആ പ്രതീക്ഷയോടെയാണ് പൊട്ടക്കിണറ്റിൽ പ്രത്യാശയോടെ കടന്നത്. പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോൾ അത് പ്രാർത്ഥനാ വിഷയമാക്കി. അപ്പൊ ദൈവം തമ്പുരാനോട് ചോദിച്ചു, ദൈവമേ നീയല്ലേ എന്നെ വലിയ ഭരണകർത്താവാകും എന്നൊക്കെ പറഞ്ഞത്, ഞാൻ എടുത്ത് ഇവിടെ കിടക്കുന്നു, ഇതേ കൂടി അങ്ങോട്ടുള്ള വഴി. അപ്പൊ അത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിരീശ്വരവാദിയാകാൻ അത് മതിയായിരുന്നു. ഇങ്ങനെ ദൈവം വലിയ ദർശനമൊക്കെ തന്നു, ദൈവം ഉണ്ടായിരുന്നപ്പോ എന്നെ കുഴിയിടുവോ, എന്നെ അങ്ങോട്ടാകാതെ. അപ്പൊ ആ രാജപദവിയിലേക്ക് ഉള്ള വഴി ഈ കൊട്ടക്കണറ്റിൽ കൂടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മനസ്സിലായി. അപ്പൊ യോസേപ്പ് പട്ടണക്കടലിൽ കിടന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ നീ എനിക്കൊരു ദർശനം തന്നു, നീ എന്തിനാ എന്നെ വിളിക്കുന്ന എനിക്ക് മനസ്സിലായി. എന്റെ മാതാപിതാക്കളെയും വീട്ടുകാരെയും നാട്ടുകാരെയും സ്വന്തക്കാരെയും എല്ലാം പോറ്റി പുലർത്തുന്ന ഒരു അന്നദാതാവായി നീ എന്നെ ഉയർത്താൻ ആഗ്രഹിക്കുന്ന ഇവിടെ കിടന്ന് അതുപോലെ നടക്കുവോ? ഇതെന്നാ കളിയാ? അപ്പൊ ദൈവാത്മാവ് പറഞ്ഞു, 6 കഷ്ടത്തിൽ ഞാൻ നിന്നെ വിടുവിക്കും, 7ാമത്തെ തിന്മ നിന്നെ തൊടുകയെന്ന് പറഞ്ഞാൽ ഈവിൾ പ്രൂഫ് വാക്സിനേഷന് വേണ്ടി നിന്നെ ഈ ആശുപത്രി കൊണ്ടുവന്നിരിക്കുന്നത്. ആശുപത്രിയാന്ന് പറഞ്ഞു. പൊട്ടക്കണർ ആശുപത്രിയാന്ന് പറഞ്ഞു, ഇവർക്ക് മനസ്സിലാവുമോ? അപ്പൊ 6 കഷ്ടത്തിൽ ഞാൻ നിന്നെ വിടുവിക്കും,
ഏഴാമത്തെ തിന്മ തൊടുകയില്ല എന്നുള്ള കാര്യം നിനക്ക് തരാൻ വേണ്ടി ഒരു ട്രെയിനിങ് ആയിരുന്നു പറഞ്ഞു. അവിടെ കിടന്നോട്ടെന്ന് പറഞ്ഞു. അതെവിടെയാ വാക്യമൊന്നറിയാവോ? 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, ഏഴാമത്തെ തിന്മ നിന്നെ തൊടുകയില്ല. ഇയ്യോബിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 17 തൊട്ട് 27 വരെയുള്ള ഭാഗത്തിൽ ഈവിൾ പ്രൂഫ് വാക്സിനേഷൻ ദൈവം ഇങ്ങനെയാ തരുന്നത്. അത് പ്രാർത്ഥിക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ, അല്ലാതെ നിരീശ്വരവാദിയാകാനാ സാധ്യത. അപ്പൊ ആ യോസേപ്പ് പൊട്ടക്കടലിൽ കിടന്നു പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, നിനക്ക് രാജസന്നിധിയിൽ വലിയ സ്ഥാനം കിട്ടും, നീ മന്ത്രിയാകും, വലിയ ക്ഷാമകാലത്ത് അനേരെ ക്ഷേമമായി പോറ്റേണ്ട ആളാണ്, ക്ഷേമമായി പോറ്റേണ്ട ആളെന്ന് വരിക, അനേരം നിന്റെ കാലേ വന്ന് വീഴും, എല്ലാവരും മനുഷ്യരും വന്ന് കാലേ വീഴും, എന്നാ വേണേലും ചെയ്യും, സുന്ദരിമാര് നിന്റെ കാലേ വന്ന് വീഴും. അപ്പൊ അവരെ തട്ടിക്കൊണ്ടുപോകാനുള്ള പരീക്ഷയും വരും. എല്ലാ വഴി അടഞ്ഞൊരു കാലേ വീണാനായി എന്നെ എവിടെയും കാണിക്കരുതോ? അന്നേരം നീ വിചാരം ചെയ്യാതിരിക്കണമെങ്കിൽ നീ ഇപ്പൊ തന്നെ 7-ാമത്തെ കൽപ്പന ലംഘിക്കുന്ന പരീക്ഷയെ ജയിക്കുന്നവനായി തീരണം. അതിനുവേണ്ടി നിനക്ക് അങ്ങനെ ഒത്തിരി പരീക്ഷയുള്ള സാഹചര്യമാണ്. അത് മാത്രമല്ല, ഇങ്ങനെ നീ ഇത് കഴിഞ്ഞാൽ നിന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നീ ചെല്ലുന്നിടത്തെല്ലാം വിജയിക്കും. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ നിന്റെ കയ്യിൽ വന്നു തരും, പലരും നിന്റെ കയ്യിൽ വന്നു വരും, നിനക്ക് അർഹതയില്ലാത്ത നിന്റെ കയ്യിൽ വരും. അപ്പോഴൊക്കെ നീ തിന്മ തൊടാത്ത അവസ്ഥയിൽ പോയെങ്കിലേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ യോസേഫിനത് പ്രാർത്ഥിച്ചുകൊണ്ട് കിട്ടിയ സന്ദേശമാണ്. അതുകൊണ്ട് ഈ പൊട്ടക്കടലിനെ നിനക്ക് തിന്മ തൊടാത്ത അവസ്ഥയിലേക്ക് വരുത്തുവാൻ 6 തരം തിന്മകൾ തന്നെ നിന്നെ തൊടാൻ ഞാൻ അനുവദിച്ചിരിക്കുക. ക്ഷാമം, രോഗം, ശത്രുത, ഈ കാട്ടുമൃഗങ്ങൾ, ഇതെല്ലാം അവിടെയുണ്ട്. ഈ പൊട്ടക്കടലിനകത്ത് എന്തെല്ലാം ജീവികളുണ്ടെന്നറിയാവൂ? പാമ്പുകൾ കാണും, പല ജീവികൾ അവിടെയുണ്ട്. ഇതെല്ലാം ഇയാളെ ഈവിൾ പ്രൂഫ് വാക്സിനേഷൻ നടത്തുകയായിരുന്നു. അപ്പൊ 6 തരം കഷ്ടങ്ങൾ ഈ പൊട്ടക്കടലിൽ തനിക്കുണ്ടായി. അത് ഏതെല്ലാമാണ് അവിടെ എഴുതിയിട്ടുണ്ട്. ഏതെല്ലാം കഷ്ടതകളാണ് ഈ ദൈവം തമ്പുരാൻ നമുക്ക് തിന്മ തൊടാത്ത അവസ്ഥയിലെത്താൻ നമ്മളെ തൊടിയിക്കുന്നെന്ന്. അപ്പൊ 6 പ്രാവശ്യം തിന്മ തൊടും, ഓരോ തരം കഷ്ടവും വരും, ഓരോ തരം വിഷമവും വരും. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് തൊടാത്ത അവസ്ഥയിലേക്ക് വളരും. 7-ാമത്തെ സ്റ്റേജ് വന്നാൽ ഒരു തിന്മയും പിന്നെ തൊടുകയില്ല. ആ അവസ്ഥയിൽ വേണം നീ ഒരു വലിയ പബ്ലിക് ജോലി മിനിസ്റ്റർ ചെയ്യാനെന്നാണ്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വേല ചെയ്യുന്നതിന് മുമ്പ് ഈ കഷ്ടങ്ങളെല്ലാം വന്നേ തീരൂ. അത് തരാൻ നേടുന്ന പല കുഴികളും പല അസൂയക്കാരെയൊക്കെ ദൈവം ഉപയോഗിക്കും. അവരെല്ലാം നമുക്ക് ആവശ്യമാണ്. മനസ്സിലായോ? അതുകൊണ്ട് യോസേപ്പിന് മനസ്സിലായി, എന്റെ സഹോദരന്മാരെ അസൂയക്കാരായത് നന്നായി. അതുകൊണ്ടല്ലേ കണ്ണില്ലാതെ പൊട്ടക്കിണറ്റി ഇട്ടത്. പൊട്ടക്കിണറ്റി വന്നോണ്ടല്ലേ എനിക്ക് കഷ്ടമെല്ലാം വന്നത്. കഷ്ടമെല്ലാം വന്നോണ്ടല്ലേ തിന്മയുടെ കെടുതി ഞാൻ മനസ്സിലായി. ഞാൻ തിന്മ തൊടാത്ത അവസ്ഥയിലേക്ക് ഞാൻ വളരണം. 6 കഷ്ടത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് അവൻ സ്തോത്രത്തോടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഒരു ധ്യാനമന്ദിരമായിട്ട് ആ പൊട്ടക്കിണറ്റിനെ മാറ്റി. അപ്പോൾ ഒരു സഹോദരനെ സ്വാതന്ത്ര്യം വന്നു. എന്തിനാ പയ്യനെ അവിടെ നമുക്ക് അവനെ കയറ്റി അങ്ങ് വിട്ടേക്കാം. ഒരാൾക്ക് കാരണം തോന്നി. ആൾക്കൂടെ ദൈവം പ്രവർത്തിച്ചു. ഇവനെ കയറ്റി അടിമയായിട്ട് വിട്ടു. അടിമയായി ചെന്ന് കയറിയ സ്ഥലത്ത് അവൻ മഹാമിടുക്കനായി വേല ചെയ്തപ്പോൾ പോത്തിഫേറിന്റെ ആ വീട്ടിലെ കാര്യവിചാരകനായി മാറുകയാണ്. അവൻ എല്ലാ കാര്യത്തിലും വിശ്വസനായി ദൈവം അവന്റെ കൂടെ ഉണ്ടെന്ന് കണ്ടപ്പോൾ വീട്ടിലെ ചുമതല പെണ്ണ് അവനെ ഏൽപ്പിച്ചു. അവൻ സുന്ദരനാണ്, മിടുക്കനാണ്, കാര്യപ്രാപ്തിയുള്ള ആളാണ്. അപ്പം വീട്ടുകാരത്തേക്ക് ഒരാശയം, കാരണം ഈ ഭർത്താവിനെ വേണ്ടി ഇപ്പൊ കിട്ടാറില്ല, ഇയാൾ കൊട്ടാരത്തിൽ വേണ്ടതെല്ലാം ഉണ്ട്, വല്ലപ്പോഴും നോക്കാൻ വരുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പയ്യനെ തന്നെ ഭർത്താവാക്കിയേക്കാം എന്നങ്ങ് വിചാരിച്ചു. അത് അവളങ്ങ് തീരുമാനിച്ചു. കാരണം അടിമയല്ലേ, അവൻ എതിർക്കാൻ നോക്കൂ. പക്ഷെ അടിമയാണെങ്കിൽ അവൻ ദൈവത്തിന്റെ ദാസനായിരുന്നതുകൊണ്ട് ഈ വീട്ടുകാരത്തി പറഞ്ഞ ഈ കാര്യം മാത്രം അവൻ ചെയ്തില്ല. ഇത് ദൈവം കാണുന്നുണ്ട്, ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടില്ല, എന്റെ യജമാനൻ എന്നെ ഏൽപ്പിക്കാത്ത കാര്യം ഞാൻ ചെയ്യില്ല, ദൈവം ഇത് കാണുന്നുണ്ട്, ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് 7-ാം കൽപ്പന ലംഘിക്കാനാണ് പരീക്ഷ വന്നത്. 7-ാം കൽപ്പന ലംഘിക്കാനുള്ള പരീക്ഷ ജയിച്ചതിന് കാര്യം എന്നാ? 6 കഷ്ടത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടിട്ടാണ് 7-ാമത്തെ കൽപ്പന. അത് കർത്താവ് കണ്ടോണ്ടാ. അപ്പൊ 7-ാമത്തെ കൽപ്പന വ്യഭിചാരം ചെയ്യുന്ന കൽപ്പന ലംഘിക്കാനുള്ള പരീക്ഷ വന്നപ്പോൾ അവൻ അതിനെ ജയിച്ചതിന്റെ കാര്യം അവൻ ഈ പൊട്ടക്കണത്തിൽ കിടന്ന് ഈ കോഴ്സൊക്കെ പാസ്സായതാ. 6 ഘട്ടങ്ങളെ അതിജീവിച്ച് തിന്മ തൊടാത്ത അവസ്ഥയിൽ എത്തിയതുകൊണ്ടാണ് അവൻ ആ പരീക്ഷ അവിടുന്ന് ജയിക്കാനോ. അതുകൊണ്ട് കള്ളക്കേസിൽ പിടിക്കപ്പെട്ടു, ജയിലിൽ പോയെങ്കിലും ജയിലിൽ അസിസ്റ്റന്റ് വാർഡനായി താൻ ഉയർത്തപ്പെട്ടു. ഈ ടെസ്റ്റൊന്നും പാസ്സാകാതെ ഇവൻ സുലോലുവനായി വീട്ടിൽ കഴിഞ്ഞിട്ട് അവൻ ഈ പൊത്തിപ്പേറിന്റെ വീട്ടിൽ ഏറെ ചെന്നിരുന്നെങ്കിൽ അവനോട് അടിഞ്ഞു പോയനെ. അവന്റെ കാര്യം ഇനി ആരും അറിയാറില്ല. ഇനി എത്രയോ പേര് എവിടെയെല്ലാം അടിഞ്ഞിരിക്കുന്നു, എല്ലാവരും അറിയുന്നുണ്ടോ? അപ്പോ ഈ യോസേപ്പിനെ നമ്മൾ അറിയുന്നത് ആ പരീക്ഷ പാസ്സായതുകൊണ്ടാണ്. അപ്പോൾ ആ യോസേപ്പിനെ ആ ജയിലിൽ വിശ്വസനായിരുന്നോണ്ട് അവന്റെ കൂടെ ദൈവമുണ്ടെന്ന് ജയിൽ വാർഡിന് മനസ്സിലായി. ജയിൽ വാർഡിന് അവനെ അസിസ്റ്റന്റ് വാർഡിനാക്കി എല്ലാ കാര്യവും ഏൽപ്പിച്ചു. അവൻ ആ ജയിലിനെ തന്നെ പ്രാർത്ഥനാ മുറിയാക്കി ധ്യാനമന്ദിരമാക്കി. അവിടെയും പ്രാർത്ഥിച്ചു, കൃപാവരം ജ്വലിപ്പിച്ചു. എന്താ കൃപാവരം? കൗൺസിലിങ്ങിനുള്ളതായ കൃപാവരം. സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള വരം സ്ഥാപിച്ചു. അപ്പോൾ രാജകൊട്ടാരത്തിൽ തന്നെ പ്രതികളായി വന്നവർക്ക് കൗൺസിലിംഗ് കൊടുത്ത് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് കൊട്ടാരത്തിൽ അറിവായി. രാജാവ് സ്വപ്നം കണ്ടപ്പോൾ രാജാവിന് സ്വപ്ന വ്യാഖ്യാനത്തിന് പറ്റിയ ആൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് അവർ പറഞ്ഞു കൊടുത്തു. അപ്പൊ വഴി തുറന്നോ? അപ്പം ദൈവം ഈ വഴി കൂടെയൊക്കെയാണ് ജയിലിൽ കൂടെയും
പൊട്ടക്കണത്തിൽ കൂടി, അടുക്കളയിൽ കൂടി, കുഴിയിൽ കൂടി ഒക്കെ ആ ദൈവത്തിന് നടത്തിപ്പ്. പ്രാർത്ഥിച്ചാലേ ദൈവം നടത്തിപ്പ് അറിയാനുള്ളൂ. ഇനി പറഞ്ഞു വന്നതിന് ചുരുക്കം, പ്രാർത്ഥനയുടെ വരം ചിലപ്പോൾ മങ്ങിപ്പോൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യങ്ങളിൽ യോസേഫ് പഠിച്ചു, മിടുക്കനായി, മുഖ്യമന്ത്രിയായി, നല്ല ഒന്നാമതൊരു കല്യാണവും നടന്നു. രാജാവ് തന്നെ കല്യാണവും നടത്തി കൊടുത്തു. അങ്ങനെ നല്ല മിടുമിടുക്ക് 2 പിള്ളേരെയും കിട്ടി. അവരെല്ലാം ഗോത്രപിതാക്കന്മാരായിട്ട് ഉയരുകയും ചെയ്തു. യാക്കോബ് തന്റെ കൊട്ടാരത്തിൽ വന്ന് സന്തോഷമായി അവിടെ താമസിച്ച് യാക്കോബിന് മരിക്കാറാകുന്ന സമയമാകുമ്പോൾ ഈ മക്കളെല്ലാം അനുഗ്രഹിക്കാൻ ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു സംഭവം നിങ്ങൾ മറക്കരുത്. യോസേഫിന്റെ 2 മക്കളെ അനുഗ്രഹിക്കാൻ വേണ്ടി ഈ യാക്കോബിന് മുമ്പിൽ നിർത്തുകയാണ്. അപ്പോൾ യാക്കോബ് കൂടുതൽ അനുഗ്രഹം കൊടുത്ത ആർക്കാണെന്നറിയോ? 2ാമത്തെ മോനാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 48 ഉൽപ്പത്തി 48 ഇവിടെ നമ്മൾ അറിയേണ്ടത്, നമ്മുടെ വിവേചനപരം കുറഞ്ഞു പോയാൽ പ്രാർത്ഥിച്ചാൽ അത് വേറെ ആൾക്ക് കൊടുത്തിട്ട് അവരിൽ കൂടെ വേറെ പ്രവർത്തിക്കുന്ന പറഞ്ഞത്. ഈ ആദ്യം യോസേഫ് ആയിരുന്നു സീനിയർ, ഇപ്പൊ യാക്കോബ് സീനിയറായി. യാക്കോബ് അനേക വർഷങ്ങൾ പ്രാർത്ഥിച്ച് കരഞ്ഞ് ഒരു പ്രവാചകനായി വളർന്നിരിക്കുക. തന്റെ മകനെ ജീവനോടെ കണ്ടെത്തിപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോഴത്തേക്ക് തന്നെ കൃപാവരം ജ്വലിപ്പിച്ച് വിവേചനപരം ഇപ്പോൾ യോസേഫിനേക്കാൾ ആദ്യം അപ്പനാണ്. അതിനൊരു തെളിവ് വരാൻ പോവുകയാണ്. യോസഫ് ഭരണത്തിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയുടെ സമയം കുറഞ്ഞു. അവനിങ്ങനെ ക്ഷാമകാലത്ത് ക്ഷേമമായി പോറ്റി ലോക മനുഷ്യരുടെ നിലയിലേക്ക് അങ്ങ് താണിരിക്കുക. അപ്പൊ തന്റെ ബുദ്ധിയും ദൈവത്തിന്റെ ബുദ്ധിയും രണ്ടായി പോയി. അപ്പോൾ എന്ത് സംഭവിച്ചു? മൂത്തയാളിന്റെ കയ്യിലോട്ട് അപ്പന്റെ വലത്തെ ഏൽപ്പിച്ചു കൊടുത്തു, ഇളയാളിന്റെ കയ്യിൽ ഇടത്തെ ഏൽപ്പിച്ചു. പക്ഷേ യാക്കോബിനെ ചെയ്തു, തിരിച്ചങ്ങ് മാറ്റി. ഇളയവന്റെ കയ്യിലോട്ട് വലത്തെയും, മൂത്തവരെ അയ്യോ ഇത് തന്നെ അപ്പ ഇങ്ങനെ കാണിക്കുന്നത്. മോനെ എനിക്കറിയാവടാ ഇതിന്റെ കാര്യം എന്നാന്നുള്ളത്. നീ എനിക്ക് തെറ്റിപ്പോയിട്ടൊന്നുമില്ല കൈ മാറ്റി വെച്ചത്. ഇങ്ങനെ തന്നെ ചെയ്യണോ ദൈവം എന്നോട് കൽപ്പിക്കുന്നു. കാരണം മൂത്തവനേക്കാൾ അനുഗ്രഹത്തിന് കൂടുതൽ യോഗ്യത അനിയനാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. അതിന് പല കാരണങ്ങളുണ്ട്. ഈ മിസ്രൈമിലെ ഒരു വീട്ടിൽ നിന്നാണ് കല്യാണം, രാജാവിന്റെ ഇടപാടില്ല. അപ്പൊ അമ്മയുടെ വീട്ടുകാരെല്ലാം സത്യവിശ്വാസികളാണോന്നുണ്ടോ? ഇല്ല. അവർക്ക് പ്രജാതിക്കാരുടെയും അന്യദേവന്മാരുടെയും ആരോഗ്യത്തിന്റെയും അശുദ്ധികളൊക്കെ ഉള്ള ഈ അമ്മയ്ക്ക്. പിന്നെ യോസഫിനോട് കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യം ഉണ്ടായ കുഞ്ഞുങ്ങൾക്കെല്ലാം കൂടുതൽ അമ്മയുടെ ചായലും അമ്മയുടെ സ്വാധീനവും കൂടുതൽ ഉണ്ടായിക്കോളും. അപ്പൊ മൂത്ത മകൻ എന്ന നിലയിൽ ഈ യോസേഫിന്റെ ഭാര്യയുടെ വീട്ടുകാരുടെ അമ്മയുടെ അമ്മാച്ചന്റെ സ്വാധീനം മൂത്ത പിള്ളേർക്ക് കാണും കേട്ടോ, അതറിഞ്ഞിരിക്കണം. മൂത്ത പിള്ളേർക്ക് അമ്മയുടെ അമ്മാച്ചന്റെ സ്വാധീനം കൂടുതൽ കാണും. അപ്പൊ രണ്ടാമത്തേതാണ് യോസഫിന്റെയും യാക്കോബിന്റെയും സ്വാധീനം. അതുകൊണ്ടാണ് കാര്യം അങ്ങോട്ട് പോയത്. അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം, ഈ സമയത്ത് ആരാണ് ഇപ്പോൾ സീനിയർ? രണ്ടാമത്തെ സീനിയറായി, അപ്പൻ മോനേക്കാൾ സീനിയറായി. ആദ്യം മോൻ സീനിയറായിരുന്നു. അതുകൊണ്ട് ഈ അപ്പന് അസൂയ തോന്നി, സ്വപ്നം വ്യാഖ്യാനിച്ച് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഒരു നാൾ കണ്ണൂരി പിടിക്കേണ്ടി വന്നു. ഇപ്പൊ കണ്ണൂരി പിടിച്ചപ്പോ നേരെ തിരിഞ്ഞായി. ഇങ്ങനെ മാറിയും മറിഞ്ഞും വരുന്ന ആത്മീയത. നമ്മളെക്കാൾ സീനിയേഴ്സ്, നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരാകാം, നമ്മളെക്കാൾ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അപ്പന്റെ വായിലെ വാക്കിന് കുറെ കൂടെ വിലയുണ്ടാകാം. അപ്പൊ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കും. സ്വന്തം വിവേകത്തിൽ ഒരിക്കലും ഊന്നരുത് എന്നുള്ള ഒരു പാഠം. അതുകൊണ്ട് അവസാനം യോസേഫിന് പറഞ്ഞു, മോനെ എനിക്കറിയാവുന്ന കാര്യം നീ പറയുന്ന പോലെ അല്ല ഇപ്പോ, നിന്റെ ഇളയവനാണ് മറ്റേനേക്കാൾ വലിയവൻ, അവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് എഫ്രൈമിന്റെ കാര്യം ഇതിനകത്ത് വരാത്തത്. ഈ വംശാവലി പട്ടികയിൽ എഫ്രൈമിന്റെ കാര്യമില്ല, മനസ്സയുടെ കാര്യം മാത്രമേ ഉള്ളൂ. അതിന്റെ കാര്യം പറഞ്ഞതിന്റെ കാര്യം ഇതാ, ദൈവത്തിന്റെ വഴികൾ നമ്മുടെ വഴിക്ക് അപ്പുറമാണ് എന്നുള്ള കാര്യം. അവനെല്ലാം പ്രാർത്ഥിച്ചേ ചെയ്യാവൂ. യോസേഫ് പറഞ്ഞതുപോലെ അപ്പനെ കൊണ്ട് ജയിച്ചിരുന്ന എങ്ങനെ ഇരുന്നേനെ ഇപ്പോ, സംഗതി ഒഴിഞ്ഞു പോയേനെ. അതുകൊണ്ട് ആരെന്നാ പറഞ്ഞാലും പ്രാർത്ഥിച്ചിട്ട് ചെയ്യാവുന്നുള്ളത്. അത് സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ഇനി നമുക്ക് തിരിച്ചു വരാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ സകല പ്രാർത്ഥന എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്. സകലതും പ്രാർത്ഥിച്ചിട്ടേ തീരുമാനിക്കാവൂ. ആര് പറഞ്ഞാലും, എന്തൊക്കെ പറഞ്ഞാലും, ഭാര്യ പറഞ്ഞാലും, അപ്പം പറഞ്ഞാലും, അമ്മ പറഞ്ഞാലും, ആരൊക്കെ പറഞ്ഞാലും, ആര് പറഞ്ഞാലും അത് ദൈവത്തിന്റെയും ഇഷ്ടമാണോ എന്നറിഞ്ഞിട്ട് മാത്രമേ തീരുമാനിക്കാവൂ. അല്ലെങ്കിൽ നമുക്ക് അബദ്ധം പറ്റാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ സകല പ്രാർത്ഥന എല്ലാം പ്രാർത്ഥിച്ചോണം. യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. അല്ലാതെ 7 നേരം മാത്രമല്ല. പഴയ നിയമകാലത്തായിരുന്നു 7 നേരം. ഇപ്പൊ ഏത് നേരവും പ്രാർത്ഥനയാ, എല്ലാ നിമിഷവും പ്രാർത്ഥനയാ. പക്ഷെ ഇതെങ്ങനെ നടക്കുമെന്ന് ഒരു സംശയം വരാം. എപ്പോഴും പ്രാർത്ഥിച്ചോണ്ട് പിന്നെ അടുക്കളപ്പണി ചെയ്യാനൊക്കുവോ, കൃഷിക്ക് പോകാനൊക്കുവോ, പറ്റുമെന്നാ പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ ഏത് നേരത്തിലും പ്രാർത്ഥിക്കണമെങ്കിൽ അതിന് ദൈവാത്മാവ് ചില സംവിധാനങ്ങൾ ചെയ്തു തരും. അതെന്താണെന്നറിയണം. എങ്ങനെയാണ് ഏത് നേരത്തും പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥന എന്ന് പറയുന്നത് ശ്വാസോച്ഛ്വാസം പോലെയും ചങ്കിടി പോലെയുമാണ്. സ്തുതിയും സ്തോത്രവും ചങ്കിടി പോലെയാണെന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ശ്വാസോച്ഛ്വാസവും പോലെയാണ് സ്തോത്രവും സ്തുതി എന്നാ പറയുന്നത്.
അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏതെല്ലാം വേലയ്ക്ക് പോയാലും ശ്വാസോച്ഛ്വാസവും ചങ്കെടുപ്പും നിർത്തിയേ ചെയ്യാൻ പോകും. അപ്പൊ ശ്വാസോച്ഛ്വാസവും ചങ്കെടുപ്പും നടത്തിക്കൊണ്ടിടയിൽ എല്ലാ പണി നടക്കുന്നത്. ഇതുപോലെ ഇടപെടാതെ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ പ്രാർത്ഥനയും നടക്കും, പ്രവർത്തനയും നടക്കും. പ്രാർത്ഥന പ്രവൃത്തിയിലേക്കും, പ്രവൃത്തി പ്രാർത്ഥനയിലേക്കും ഞാൻ നയിച്ചുകൊണ്ടിരിക്കും. അത് രണ്ടും മാറി മാറി ഒരു ചങ്ങല പോലെ വിഷയ സർക്കിളായിട്ട് പ്രാർത്ഥന പ്രവൃത്തിയിലേക്കും, പ്രവൃത്തി പ്രാർത്ഥനയിലേക്കും വന്നുകൊണ്ടേയിരിക്കും. അത് ഇടപെടാതെ ആത്മാവിൽ നടന്നുകൊണ്ടേയിരിക്കും. ആത്മാവിൽ മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി വേറൊരു കാര്യം, നമ്മൾ ഉറങ്ങുന്ന സമയം കൈകാലുകൾ ചലിക്കുന്നില്ല, കണ്ണടഞ്ഞിരിക്കുന്നു, പക്ഷേ ചലിക്കുന്ന വശമുണ്ട്, ചങ്കും ശ്വാസോച്ഛ്വാസം നടന്നുകൊണ്ടിരിക്കുക. ഇതുപോലെ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ ആത്മാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ ഹൃദയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അത് ഉത്തമ ഗീതങ്ങളിനകത്തൊരു വകയുണ്ട്, ഞാൻ ഉറങ്ങുന്നെങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്ന ഒരു വാക്യം അവിടെ പറയുന്നുണ്ട്. അപ്പൊ ശരീരം ഉറങ്ങിയാലും ഉണർവ് ഹൃദയത്തിൽ സംരക്ഷിച്ചുകൊണ്ട് രാത്രിയിൽ പ്രാർത്ഥന തുടരാൻ സാധിക്കും. ആ പ്രാർത്ഥനയിൽ വെളിപ്പാടുകൾ കിട്ടും, നമുക്കറിയാൻ പാടില്ലാത്ത കാര്യത്തിന്റെ മറുപടികൾ കിട്ടും. അന്തരംഗം എന്നെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വചനമുണ്ട്. ആ രാത്രിയിലെ പ്രാർത്ഥനയിൽ സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ച് വിട്ടേക്കേണ്ട കാര്യങ്ങളെല്ലാം, സംശയങ്ങളെല്ലാം കൊടുത്തിട്ടാൽ രാത്രിയിൽ കർത്താവ് നമുക്ക് അതിന്റെ മറുപടികൾ നൽകും. നേരം എടുത്ത് വായിക്കുമ്പോൾ ആ മറുപടി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു നല്ല സന്ദേശമാണത്. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കണക്കുകൾ, അറിയാൻ പാടില്ലാത്ത വിഷയങ്ങൾ കിടക്കുന്നതിന് മുന്നോട് വായിച്ചിട്ട് സംശയങ്ങൾ നിങ്ങളുടെ ഡയറി കുറിച്ച് വെച്ചിട്ട് കിടക്ക്. കർത്താവിനെ വിളിച്ചിട്ട് കിടക്കാമെങ്കിൽ രാത്രി ഉറക്കത്തിനിടെ ക്ലാസ് എടുക്കും. നേരം വെളുക്കുമ്പോൾ സംശയങ്ങൾ മാറിയിരിക്കും. ഞാൻ അങ്ങനെ പഠിച്ചതാ. അങ്ങനെ SSLCക്ക് ഫസ്റ്റ് ക്ലാസ്സിനടുത്ത് മാർക്ക് കിട്ടിയതുകൊണ്ടാണ് PUCക്ക് ആരും എന്നെ സഹായിക്കാം, ഞാൻ തന്നെ സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് പോയി കിട്ടി. BAക്ക് പോയി എന്റെ അപ്പൻ എന്നോട് വന്നില്ല, അപ്പന് താല്പര്യമില്ലായിരുന്നു പഠിക്കുന്നത്. ഞാൻ തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഈ സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ടാണ് PUCക്ക് BAക്ക് MAക്ക് ഒക്കെ പോയത്. അങ്ങനെയാണ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്താൽ ദൈവം വഴികൾ തുറക്കുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥമാണിത്. അപ്പൊ അതുകൊണ്ട് എല്ലാം പ്രാർത്ഥനാ വിഷയമാക്കണം. ജാഗരിക്കണമെന്ന് പറഞ്ഞൊരു വാക്ക് കണ്ടോ? പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാൻ വേണ്ടി സമയങ്ങൾ, വർഷങ്ങൾ ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും. സകല പ്രാർത്ഥനയാലും യാതിനാലും ഏത് നേരത്തും പ്രാർത്ഥിച്ചും പിന്നെ അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്ക് എങ്ങനെയാണ് ജാഗരിക്കുന്നത്? ജാഗരിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? പഴയ കാലങ്ങളിൽ ഈ മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലത്ത് STD ബൂത്ത് മാത്രമേ ഉള്ളൂ, ട്രങ്കോള്. ഇപ്പൊ ഇത്ത പിള്ളേർക്കൊന്നും പരിചയമില്ല. പണ്ട് നമുക്കൊരു ദൂരേക്കൊന്ന് വിളിക്കണമെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പോകണം, അവിടെ ചെന്ന് നമ്പർ കൊടുക്കണം, അതിനെ ബുക്ക് ചെയ്യുക, ബുക്ക് ചെയ്തിട്ട് അവരെ പിന്നെ ട്രങ്കോള് വിളിക്കുക, അവിടെ കുത്തിയിരിക്കണം. ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അതിന്റെ വിളി വന്നിരിക്കും, ഒത്തിരി പേര് വെയിറ്റ് ചെയ്യാൻ കാണും. അപ്പൊ നമ്മൾ നമ്മുടെ ഫോൺ എടുത്ത് കയറ്റുമ്പോൾ STD ബൂത്തിനകത്തോട് കയറി സംസാരിക്കും. അതാണ് ജാഗരണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു കാര്യം പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇങ്ങോട്ട് കിട്ടാനായിട്ട് പ്രാർത്ഥന മുടക്കികളെ മാറ്റിക്കഴിഞ്ഞ് മാത്രമേ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുകയുള്ളൂ. അതിന് ഉദാഹരണം ദാനിയേലിന്റെ പുസ്തകത്തിലുണ്ട്. ദാനിയേൽ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് മുട്ടുകുത്തി ഉപവാസം തുടങ്ങി. 21-ാം ദിവസമാണ് മറുപടി കിട്ടിയത്. പക്ഷേ 1-ാം ദിവസത്തിന് മറുപടി ഇവിടുന്ന് പുറപ്പെട്ടതാ. അത് ഏത് അധ്യായത്തിലാണെന്നറിയാവോ? അപ്പൊ ദാനിയേലിന് ഒരു കാര്യം പ്രാർത്ഥിക്കാൻ നിയോഗം കിട്ടി, മറുപടിക്ക് വേണ്ടി കാത്തിരുന്നു. 21 ദിവസം ഉപവസിച്ച് ജാഗരിക്കുക. 21-ാമത്തെ ദിവസമാണ് ദൂതനിഞ്ഞ് വന്നത്, ദൂതും കൊണ്ട്. അപ്പൊ പറഞ്ഞു, ഞാൻ വന്ന വഴി വേറെ യമന പ്രഭു, ഒരു പ്രഭു എന്നെ എതിർത്തു എന്നാ പറയുന്നത്. ആ വാക്യം ഒന്ന് വായിക്കാവോ? അപ്പൊ പ്രാർത്ഥനയിൽ പോരാടണമെന്ന് പറഞ്ഞതിന്റെ കാരണം പ്രാർത്ഥനയെ തടയുന്ന തിന്മയുടെ ശക്തികളുണ്ട്. പ്രാർത്ഥനയുടെ മറുപടിയുമായൊരു ദൂതൻ വരും, ആ ദൂതനെ തടയുന്ന വേറെ ദൂതന്മാരുണ്ട്. എത്രാമത്തെ വാക്യ? ദാനിയേലിനെ ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിന്, നിന്റെ ദൈവത്തിന് മുമ്പാകെ താഴ്ത്തേണ്ടതിന് മനസ്സ് വെച്ച് ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. പ്രാർത്ഥന അന്നേരെ കേട്ടാൽ ഇനി വന്നു കേട്ടാനായിട്ട് സമയം എടുക്കും. എന്നിട്ട് എന്നാ ചെയ്തു? പിന്നെ വന്നിരിക്കുന്നു. പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. മീഖായേൽ എന്നെ സഹായിക്കാൻ വന്നു. വായിച്ചാട്ടെ. വന്നിരിക്കുന്നു. അപ്പൊ വന്ന ചരിത്രം പറയുക, യുദ്ധം തീർന്നിട്ടില്ല, വേറെ ആളെ ഏൽപ്പിച്ച സന്ദേശം വന്നിരിക്കുക. ഇനിയും നീട്ടിയാൽ ഇയാൾ ചത്തുപോകും. 21 ദിവസമായി ഉപവാസമായിട്ട്. ഈ ദാനിയേലിന്റെ ആ ധൈര്യം കണ്ടോ? 10 ദിവസം കഴിഞ്ഞ് 12 ദിവസം കഴിഞ്ഞ് ഒരു അനക്കവുമില്ല. എന്നാ ഉപവാസം, എന്നാ പ്രാർത്ഥന, ആരും ഒന്നും മിണ്ടുന്നില്ല, കർത്താവ് മിണ്ടുന്നില്ല, തേണ്ട് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഉപവാസം നിർത്തിയിട്ട് പോരുതായിരുന്നു. നിർത്തിയില്ല.
ആ മറുപടി കിട്ടുന്നവരെ തുറന്നു, ചത്താലും വേണ്ടില്ലെന്ന് പറഞ്ഞിരുന്നു. അത് സ്വർഗത്തിൽ കേട്ടു. അതുകൊണ്ടാണ് യുദ്ധം വേറൊരാളെ ഏൽപ്പിച്ചിട്ട് ഈ ദൂതൻ സന്ദേശവുമായി വന്നു, ഞാൻ തിരിച്ചു പോകുക യുദ്ധത്തിന്. ഇങ്ങനെ ആത്മീയ മണ്ഡലത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആ ദൂതന്റെ പണി നമ്മൾ ചെയ്യേണ്ടി വരും. അത് മാറി എന്ന് ചെയ്യേണ്ടി വരും. കാരണം ഉദാഹരണം നിങ്ങൾ പറയാം, ധ്യാനമന്ദിരത്തിൽ കഴിഞ്ഞ 41 കൊല്ലത്തിനിടയിൽ കല്യാണം അനേകർക്ക് പ്രാർത്ഥിച്ച് നടന്നിട്ടുണ്ട്. കല്യാണം നടക്കാത്തവരുടെ പ്രാർത്ഥന പ്രാർത്ഥിച്ച് നടന്നിട്ടുണ്ട്. വലിയ സന്തോഷം. വിവാഹം മുടക്കി, കല്യാണം മുടക്കി, ഭാവി മുടക്കി, ഒത്തിരി മുടക്കികൾക്ക് വാരം കൊടുത്ത് ഉപസിച്ച് പ്രാർത്ഥിച്ചിട്ട് കല്യാണം മുടക്കി. ആദ്യം എന്നെ വിളിക്കാൻ വരും, കല്യാണം നടത്തി കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറയും, ഞാനല്ല നടത്തുന്നത്, വികാരിച്ചനാണ് നടത്തുന്നത് പറഞ്ഞു. അത് വികാരിച്ചനാണ് നടത്തേണ്ടത്, ഞാൻ മാറിയിരുന്ന് പോരാടിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഇതിലൊന്ന് മനസ്സിലാവും ഈ ഭാഷ. ഈ കല്യാണം മുടക്കാൻ ഇനി ആളുണ്ട്, കല്യാണം നടന്നാലും മുടക്കാൻ ആളുണ്ട്, തലേദിവസം വരെ മുടക്കാൻ ആളുണ്ട്. അവരുമായി യുദ്ധം ചെയ്ത് മാറിയിരിക്കാൻ ആളില്ല. ഞാൻ ആ പണി ചെയ്തോളാം. എനിക്കതിന് ശമ്പളമൊന്നും വേണ്ട, എനിക്ക് മാനവും വേണ്ട. നല്ലൊരു ഊണ് കിട്ടുന്നതായിരുന്നു, ഒരു കവറും കിട്ടുമായിരുന്നു പോയിരുന്നെങ്കിൽ. എനിക്ക് ആ കവറും വേണ്ട, ഊണും വേണ്ട. നിങ്ങളുടെ കല്യാണം ഭംഗിയായിട്ട് നടന്നാൽ മതി. ഇതിന് മാറിയിരുന്ന് പോരാടാൻ ഒരാൾ വേണം. അത് ആരെല്ലാം കെട്ടിയേൽപ്പിക്കാനൊക്കെ സ്വയമായിട്ട് ഏൽപ്പിക്കണം. ഞാൻ അതിനായിട്ട് ദൈവം എന്നെ വിളിച്ചിരിക്കുക. കർത്താവിന്റെ ആ കാനാവിലെ കല്യാണ വീട്ടിലെ അമ്മച്ചി ചെയ്തൊരു പണിയല്ല. കാനാവിലെ കല്യാണ വീട്ടിലെ മാതാവ് ചെയ്ത കാര്യം എന്നാ, കല്യാണത്തിന് യേശുവിനെ വിളിച്ചുകൊണ്ട് മാതാവ് നേരത്തെ അവിടെ എത്തി. കണക്കെല്ലാം കൂട്ടി നോക്കി, വീഞ്ഞ് തികയല്ലെന്ന കാര്യം മനസ്സിലായി. രഹസ്യമായ വേലക്കാരോട് പറഞ്ഞു. അമ്മ ഇരുന്ന് പ്രാർത്ഥിച്ച് ആ പ്രശ്നം പരിഹരിച്ച് കല്യാണം ഭംഗിയാകുന്ന കണ്ട് ആനന്ദിച്ച് അമ്മച്ചി പോയി. അമ്മച്ചി അതിന് ക്രെഡിറ്റ് വല്ലതും എടുത്തോ? ആ അമ്മയുടെ ഒരു അടിമയാണ് ഞാനും ആ പണിയാണ് ചെയ്യാറുള്ളൂ. എല്ലാവരും ഞാൻ പറയാം, എനിക്കൊരു ക്രെഡിറ്റും വേണ്ട, കാര്യം ഭംഗിയായിട്ട് നടന്നാൽ മതി. അതുകൊണ്ട് ഞാനൊരു കല്യാണത്തിനും പോകാറില്ല. എന്റെ അമ്മയുടെ അടക്കത്തിന് പോലും ഞാൻ പോയിട്ടില്ല. അന്നേരം ഞാൻ വേറെടുത്ത് ഗോവയിൽ ധ്യാനമാണ്. ധ്യാനം നിർത്തിച്ച് പോകാൻ പ്ലെയിൻ വരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. എനിക്ക് എന്നെ ഏൽപ്പിച്ച പണി ഞാൻ ചെയ്യണം. അമ്മയുടെ കാര്യം അവരവിടെ നോക്കിക്കോളൂ. അമ്മ എന്നെ ഒരുക്കി വിട്ടതാ. അമ്മയ്ക്ക് ഒരു പരിഭവമില്ല, മോനെ പോയി വേല ചെയ്തോളാം ഞാൻ എന്നെ വിട്ടതാ. എന്റെ അമ്മയുടെ അടക്കത്തിന് ഞാൻ പോയിട്ടില്ല. കാര്യമില്ല. ആ സമയത്ത് ഗോവയിൽ ശുശ്രൂഷയാ, ധ്യാനമാ. ആ ധ്യാനം നടന്നോട്ടെ. മരിക്കുന്നതിന് 5 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചതാ ഫോണിൽ. അമ്മയെ മരിക്കാൻ ഒരുക്കി. 69 സംഗീതത്തിനും 70 സംഗീതത്തിനും വായിച്ചു. മരണത്തിന്റെ വാവിളയിൽ ദൈവം സഹായിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചു തുടങ്ങിയതാ. പക്ഷെ കാണുന്നോക്കെ എന്നാ തോന്നും, ഇവൻ എന്തൊരു ഭക്തനാ, അമ്മ ചത്തിട്ട് വന്നില്ല എന്നേ പറയുള്ളൂ. പക്ഷേ ഇതിന്റെ എല്ലാം പറയും ദൈവത്തിന്റെ ആലോചനയുണ്ട് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഈ ഇത്രയും പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ അനുദിന ജീവിതത്തിൽ, ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഈ ജാഗരണം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനൊരു ഉദാഹരണം കൂടെ പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷയാണ്. കോൺക്രീറ്റ് ചെയ്യുന്ന സ്ഥലം, ഇത് കോൺക്രീറ്റ് ചെയ്തതാ. 21 ദിവസം വെള്ളം ഒഴിച്ചിട്ടുണ്ടോന്നാ. എന്തിനാണെന്നറിയാം? അത് കാണാൻ വല്ലതും ഉണ്ടോ? അതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുള്ളവർക്കേ അറിയാവുള്ളൂ. ഒരു കോൺക്രീറ്റ് നടന്നാൽ 21 ദിവസം വെള്ളം വേണം. ആ വെള്ളം അകത്തോട്ട് വലിഞ്ഞാതെ രഹസ്യമായ പല പണികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ വെള്ളം ഒഴിച്ചില്ല എന്നാന്നറിയാവോ? അതോടെ ഇരിക്കും, പക്ഷെ പൊട്ടിക്കീറും, ബലമില്ലാതായി തീരും. ആശ്രമത്തിന്റെ മുകളിലത്തെ നിലയിൽ ഞാൻ ദൂരെ ആയിരുന്ന സമയത്ത് ഒരു സ്ഥലം മാർത്തിട്ടു. ഇപ്പോൾ പൊട്ടിക്കീറി കിടപ്പുണ്ട്. കാര്യം എന്നാ? വെള്ളം ഒഴിക്കാൻ ആളില്ലായിരുന്നു, നോക്കിയാനും ആളില്ല. ഇപ്പോൾ പൊട്ടിക്കീറി കിടപ്പുണ്ട് അവിടെ. അതാ എന്നെ ഇക്കാര്യം ഓർപ്പിച്ചത്. അപ്പോൾ ഒരു ജോലി കഴിഞ്ഞാൽ 21 ദിവസം ജാഗരണത്തോടെ ജാഗരിച്ച് വെള്ളം ഒഴിപ്പിക്കാൻ ആള്, ആ വെള്ളം ഒഴിപ്പിക്കുന്ന പോലെയാണ് ദൈവസന്നിധിയിൽ സ്തോത്രം പറഞ്ഞ് നമ്മുടെ ആലോചനകളാകുന്ന വെള്ളം അവിടെ ഒഴിച്ച് അതിനെ ഉറപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പലരും പൊട്ടിക്കീറിയിരിക്കുന്നത്. കുടുംബജീവിതമായാലും സന്യാസ ജീവിതമായാലും സഭാജീവിതമായാലും സ്ട്രോങ് ആയിട്ട് ബലമെടുത്ത് ജോലി എടുക്കണമെങ്കിൽ ഈ പറഞ്ഞ ജാഗരണ പ്രാർത്ഥന പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ എന്നും സഹിക്കുവാനും വഹിക്കുവാനുള്ള കഴിവുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അല്ലാതെ ഏതെങ്കിലും കാട്ടിക്കൂട്ടിയാൽ ലോഡ് വരുമ്പോൾ താഴെ കിടക്കും. അതുകൊണ്ട് ജാഗരണ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോന്നിനും ഓരോ ജാഗരണ പ്രാർത്ഥനയുണ്ട്. ഓരോന്നിനും എത്ര കാലയളവ് വേണമെന്നുള്ള കാര്യത്തിന് ദൈവത്തോട് ചോദിക്കണം. ഏതെങ്കിലും കാര്യം തുടങ്ങിയാൽ എത്ര നാൾ പ്രാർത്ഥിച്ചിട്ട് വേണം തുടങ്ങാൻ? കല്യാണം ഉറപ്പിച്ചാൽ എത്ര നാൾ പ്രാർത്ഥിച്ചിട്ട് വേണം തുടങ്ങാൻ? ആരും ചോദിക്കാറുണ്ടോ? ഇന്ന് കല്യാണം ഉറപ്പിക്കുക, നാളെ കിട്ടിയ പിറ്റേ ദിവസം പറക്കുക, ഇവളിവിടെ കിടക്കുക, അവൾ വേറെ ഇവിടെ പോവുക, അങ്ങനെയാ ഇപ്പോൾ സംഗതി. അതുകൊണ്ട് കല്യാണം ഉറപ്പിന് മുമ്പ് എത്ര, കല്യാണത്തിന് ശേഷം ഒരു കൊല്ലം സന്തോഷിപ്പിക്കണമെന്ന് എവിടെയാ? ആവർത്തനം 24:4 പഴയ കാലങ്ങളിൽ കല്യാണം നടത്തിയാൽ അവനെ യുദ്ധത്തിൽ നിന്ന് വേർതിരുത്തുമായിരുന്നു. അവനെയുള്ള സകല ഭാരങ്ങളും മാറ്റിയിട്ട് ഒരു ഭാര്യയെ സന്തോഷത്തോടെ 12 മാസം ശരിക്ക് സന്തോഷിപ്പിച്ചാലേ വെൽഡിങ് ആകൂ. വെഡിങ് ഈസ് എ വെൽഡിങ് എന്നാ പറയുന്നത്. ഇത് വെൽഡ് ചെയ്ത് ഭർത്താവിനെയും ഭാര്യയും മക്കളെയും സ്വന്തക്കാരെയും വഹിക്കുന്ന വലിയ ലോഡ് താങ്ങിയായിട്ട് ഒരു മാറണമെങ്കിൽ ശരിക്കും വെൽഡ് ചെയ്യണം. ഒരു കൊല്ലം മെനക്കെട്ടാലേ അത് സാധിക്കുള്ളൂ. അവന് സൗകര്യമുള്ളവർ ഈ പണിക്ക് പോയാൽ മതി കേട്ടോ. ചുമ്മാ കെട്ടിയിട്ടേച്ച് പോയി ഞാനും ചതിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞു, എനിക്ക് കെട്ടിയാൽ അവളെ സന്തോഷിപ്പിക്കാൻ എനിക്ക് നേരമില്ല. എന്റെ ഹൃദയം കർത്താവ് അങ്ങ് അപകരിച്ചു, ഞാൻ കർത്താവിന് വേണ്ടി പോകാമെന്ന് പറഞ്ഞു കല്യാണം ഒഴിവാക്കിയിട്ട് പോയി.
വേറെ ഒത്തിരി പേര് പിന്നെ കെട്ടാൻ വന്നിട്ടുണ്ട്, കെട്ടണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ എൻഗേജ്ഡാണ്, ഫ്രീ അല്ല എന്ന് പറഞ്ഞു വിട്ടതാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? നമ്മുടെ ഹൃദയം യേശുവിന് പൂർണ്ണമായി കൊടുത്താൽ അവൻ നമ്മുടെ കാര്യം നടത്തിക്കോളും. അതുകൊണ്ട് 5 കൊല്ലം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബോധ്യം കിട്ടിയത്. അങ്ങനെ ഓരോ കാര്യം പ്രാർത്ഥിച്ചിട്ടാണ് മയിൽപ്രായ് വന്നത്. മയിൽപ്രായ് വന്നിപ്പോൾ 41 കൊല്ലായി. അവിടുന്ന് പല സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വന്നു. ഉടനെ തന്നെ തിരിച്ചു വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന അതിന്റെ ഇടയ്ക്ക് ഇവിടെ വന്നതും പ്രാർത്ഥനയിൽ കിട്ടിയ സന്ദേശം കൊണ്ടാണ് കാര്യം ഓർപ്പിക്കുന്നത്. സമയം പോയോണ്ടോ നിർത്തുകയാണ്. ഇത്ര നേരം പറഞ്ഞതിന് ചോദിക്കും, ഓരോ കാര്യത്തിലും ജാഗരണ പ്രാർത്ഥന എത്ര സമയം ചോദിക്കണം, ആ സമയം കഴിഞ്ഞിട്ടേ ചെയ്യാവൂ, എങ്കിലേ അതിന് ഫലം കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ പൊട്ടിക്കേറി വിട്ട് പോകുന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. തലകളെ വണക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, നല്ല ദിവസത്തിനായി നന്ദി പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് സകല പ്രാർത്ഥന നടത്തിയത് എങ്ങനെയാണ്, ജാഗരണ പ്രാർത്ഥന നടത്തിയത് എങ്ങനെയാണ്, പോരാട്ട പ്രാർത്ഥന നടത്തിയത് എങ്ങനെയാണ്, എല്ലാം ദൈവത്തിന്റെ ഹിതത്തിനു വേണ്ടി കാത്തിരുന്ന് സകലവും ശോധന ചെയ്ത് നല്ല മുറിപ്പിടിച്ച് എങ്ങനെയാണ് ഞങ്ങൾ കേൾക്കുകയുണ്ടായി. എപ്പോൾ പ്രാർത്ഥനയെ പോലെ പ്രാർത്ഥനയെ പോരാടാൻ ഞങ്ങളെ പഠിപ്പിക്കണം. കർത്താവെ, ഞങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ ഞങ്ങൾ പുസ്തകത്തിലെ ജോലിക്കൂട്ടിയതേ ഉള്ളൂ. പ്രാർത്ഥനയ്ക്ക് പള്ളിയിൽ പോയിട്ട് ആമയും പറഞ്ഞു വിട്ടതേ ഉള്ളൂ. ഇത് പിതാക്കന്മാർ എങ്ങനെയാണ് ഇതൊക്കെ സംവിധാനം ചെയ്തത്, എങ്ങനെയാണ് സഭയെ വളർത്തിയത്? സഭയിൽ കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. കോൺക്രീറ്റ് ചെയ്ത സ്ഥലത്ത് 21 ദിവസം അടുപ്പിച്ച് വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ പണിത പലതും പൊളിഞ്ഞു പോയത്, ഇടിഞ്ഞു പോയത് ജാഗരണ പ്രാർത്ഥനയുടെ കുറവുകൊണ്ടാണ് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന വീട്ടിലും നാട്ടിലും സഭയിലും സമൂഹത്തിലും ഇടവകയിലും ജാഗരണ പ്രാർത്ഥനയുടെ കുറവുകൊണ്ട് തകർന്നുപോയ ഒത്തിരി കാര്യമുണ്ട്. ദൈവനാമം ദുഷിക്കപ്പെട്ട കാര്യമുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ, പുറകോട്ട് പോയി നശിച്ചു പോയതിനെല്ലാം വീണ്ടും പണിയുവാൻ, പൊളിഞ്ഞതെല്ലാം വീണ്ടും പണിയുവാൻ, മതിൽ ഒളിഞ്ഞു പോയെങ്കിൽ അതിനെ വീണ്ടും പണിയുവാൻ, എസ്രായേയും നെഹമ്യാവിനെയും യെഹെസ്കേലിനെയും ഒക്കെ പോലെ ഞങ്ങൾ ജാഗരണ പ്രാർത്ഥനയോടെ ജീവിതയാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരേറ്റുവാനായിട്ട് തന്നെ.